പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആരെയും ഉയർത്താനുമല്ല, ആരെയും താഴ്ത്താനുമല്ല. ക്നാനായ സമുദായത്തിൻ്റെ ചില സങ്കീർണ പ്രശ്നങ്ങളുടെ ഒരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ആനുകാലിക പ്രശ്നങ്ങളും മറ്റ് ചിന്തകളുമായി സമുദായത്തിലെ ഉന്നതരും നേതൃത്വ നിരകളിൽ പ്രവർത്തിക്കുന്നവരുമായ ആളുകളുമായുള്ള ചർച്ച ആണ് ഈ പരിപാടികൾ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ക്നാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡോക്ടർ ഷീൻ സാഗശാല. അദ്ദേഹം കഴിഞ്ഞ 2 വർഷമായി KCCNA സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നേരെ വാ നേരെ പോ പരിപാടിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ ഷീൻ സാഗശാല, സ്വാഗതം. നേരെ വാ നേരെ പോ എന്ന ഈ പരിപാടിയുടെ ഉദ്ദേശം നമ്മുടെ പ്രേക്ഷകരുമായി ഇന്ന് ക്നാനായ സമുദായത്തിലെ സങ്കീർണ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നതാണ്. ഇത്തരത്തിൽ നമുക്കറിയാം, നമ്മുടെ സമുദായം എപ്പോഴും വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമുദായമാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി KCCNA ധീരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന താങ്കളുടെ 2 വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് വിലയിരുത്താമോ? തീർച്ചയായും. ഫസ്റ്റ് ഓഫ് ഓൾ, താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു കം ആൻഡ് ഷെയർ ഫ്യൂ തോട്ട്സ്. കാരണം എനിക്ക് തോന്നുന്നു KCCNA ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഇതുപോലൊരു ഇൻ്റർവ്യൂ ക്നാനായ വോയിസുമായിട്ട് നടത്തിയതാണ്. ഒരു പക്ഷേ 2 കൊല്ലത്തിന് ശേഷം എൻ്റെ സമയം കഴിയുന്ന ഈ അവസരത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. കാരണം അത് വളരെ റെയർലി കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും അത് ഞാൻ ക്നാനായ വോയിസിന് ഒത്തിരി നന്ദിയുണ്ട്. തുടക്കത്തിൽ നമ്മൾ ക്നാനായ വോയിസിലൂടെ, അതായത് ജനങ്ങളെ വെബ്സൈറ്റിലൂടെ കമ്പ്യൂട്ടറുകളിൽ എത്തിച്ചെങ്കിൽ ഇന്ന് ഈ ഇൻ്റർവ്യൂ നമ്മൾ ആളുകളുടെ അമേരിക്കയിലെയും യൂറോപ്പിലെയും ഓസ്ട്രേലിയയിലെയും ആളുകളുടെ സ്വീകരണ മുറികളിൽ എത്തിക്കുക എന്ന ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു നല്ല വളർച്ച തന്നെയാണ്. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് KVTV ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഒക്കെ ന്യൂസ് ആക്ച്വലി വായിച്ചിട്ടുണ്ട്. പക്ഷേ KVTV എനിക്ക് വീട്ടിൽ നിന്നില്ല. പക്ഷെ എന്നാൽ പോലും ഇനി അതൊരു നല്ല ഒരു പ്രോഗ്രസ് ആണെന്ന് കരുതുന്നു. അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. KCCNA കഴിഞ്ഞ 2 കൊല്ലത്തെ പ്രവർത്തനങ്ങളെ പറ്റി പറയുമ്പോൾ ധാരാളം ഞാൻ സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ മാസങ്ങളായിരുന്നു. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ അതിൽ ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്, അതായത് വിഷമങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ അറ്റ് സെയിം ടൈം ധാരാളം സന്തോഷങ്ങളും ഉണ്ടായിട്ടുള്ളൊരു 2 വർഷമാണ്. കാരണം അതിൽ തീർച്ചയായിട്ടും ഞാൻ പേഴ്സണലി തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ വളരെ സാറ്റിസ്ഫൈഡുമാണ്. കാരണം ഒരു ജീവിതമെടുത്താലും ഏത് പ്രവർത്തന മേഖല എടുത്താലും എന്നും ബെഡ് ഓഫ് റോസസ് ആയിരിക്കില്ല. അതിൽ കുറച്ച് കല്ലും മുള്ളുകളും ഉണ്ടാവും. നേതൃത്വ നിലയിലിരിക്കുമ്പോൾ എപ്പോഴും കല്ലുകടികളും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടി വരും, സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് സർവൈവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ ഒരു പരിധിവരെ ഞങ്ങളെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, എന്നെയും എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള അംഗങ്ങളും തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നാറുള്ളത്. കാരണം ഈ കഴിഞ്ഞ ദിവസവും ഞങ്ങളൊരു കോൺഫറൻസ് കോളിൽ വന്നപ്പം ഞങ്ങൾ ആക്ച്വലി ശരിക്കും പുറകോട്ട് ചിന്തിക്കുമായിരുന്നു. എന്തുമാത്രം പ്രശ്നങ്ങൾ കൂടി കടന്നുപോയെങ്കിലും അത് ഒരുമിച്ച് നിൽക്കാനും അത് അവിടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ സമുദായത്തിൻ്റെയും സംഘടനയുടെയും കെട്ടുറപ്പ് പാലിക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി നിൽക്കണം എന്നുള്ള ആ ഒരു ഒരുമ ഞങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ 24 മാസം ഞങ്ങളെ കൊണ്ട് ആക്ച്വലി ഈ സംഘടനയെ നേതൃത്വം കൊടുക്കാൻ സാധിച്ചത്. അപ്പോൾ അതിൽ വരുമ്പോൾ അന്ന് ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഈ KCCNA കമ്മ്യൂണിറ്റിയെ ഒരു രീതിയിൽ നയിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ കൊണ്ടുപോകണം. അതിലേറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ടുണ്ടായിരുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും അടുത്ത ജനറേഷനിലെ യുവജനങ്ങളെ കമ്മ്യൂണിറ്റിയിലേക്ക്, സംഘടനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ ഒരു പരിധി വരെ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അവരുടെ ഒരു ട്രസ്റ്റ് ഏൺ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഒരു 3 പ്രോഗ്രാമുകൾ ഞാൻ ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്യാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ 3 പ്രോഗ്രാമുകൾ വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു. കൺവെൻഷനിലാണോ അതോ അതർ ദാൻ കൺവെൻഷനാണോ? അത് കൺവെൻഷനിലും ഉണ്ട്, അതർ ദാൻ കൺവെൻഷനും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ ആദ്യം ഒരു ക്നാനായ വോളണ്ടറി സർവീസസ് എന്നും പറഞ്ഞ് ഞങ്ങൾ KVS എന്നാണെന്ന് പേര് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ പേരിൽ അന്ന് ഷിജു ചെറിയത്തിൽ, ഇവിടെ ഷിക്കായ എന്നുള്ള ആൾ തന്നെയാണ്, ഷിജു ചെറിയത്തിൽ നേതൃത്വം എടുത്ത് ഞങ്ങൾ ഒരു 9 പിള്ളേരെ നാട്ടിൽ
ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ പിള്ളേരെ നാട്ടിലെ ലെസ് ഫോർച്ചുനേറ്റ് ഒക്കെ ആയിട്ട് അതായത് ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു ലൈഫിൽ അതിൽ ഇവരെയും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ആക്കുക. കാരണം നമ്മളുടെ കുട്ടികളെപ്പോഴും പലപ്പോഴും അമേരിക്കയിലൊക്കെ ജീവിക്കുന്നവർ സ്വാഭാവികമായിട്ടും ഒരു ലൈഫ് ഓഫ് പ്ലെൻറ്റിനെസ് തീർച്ചയായിട്ടും. അപ്പോൾ അവരെ ആ ഒരു ഇതിലേക്ക് എക്സ്പോസ് ചെയ്യുക, അതിൻ്റെ സെയിം ടൈം അവരെ അവരുടെ ഒരു ഡെയിലി റൊട്ടീനിൽ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക, ആ ഒരു ഉദ്ദേശത്തോടെയാണ്. കാരണം ഇവിടെ അമേരിക്കയിലൊക്കെ ധാരാളം കമ്മ്യൂണിറ്റികൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ സംരംഭം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈങ് ആയിരുന്നു. അതിൻ്റെ ഫോളോ അപ്പ് എന്ന് പറഞ്ഞ പോലെ യുവജനങ്ങൾ, അതായത് അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ഹൈസ്കൂൾ പഠിക്കുന്ന പിള്ളേരായിരുന്നു. പക്ഷെ അതിനുശേഷം യുവജനങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു പാർക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൽ അവർ പോയി. അതും ഈ പറഞ്ഞ പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി 10-30 യുവജനങ്ങൾ. ഇത് പറഞ്ഞപ്പോഴാണ് നാട്ടിലൊക്കെ നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ NSS ക്യാമ്പുകളെ വഴിവെട്ടാൻ പോകുന്നു, അതിൻ്റെ ഒരു ആ എക്സ്പീരിയൻസ് ഇവിടെയുള്ള കുട്ടികൾ അനുഭവിച്ചറിയാന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ആ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്കത് ഇക്കൊല്ലം കൺവെൻഷനൊക്കെ വന്നുകൊണ്ട് സാധിച്ചില്ല. പക്ഷേ ഇനിയും ഞങ്ങളുടെ ഒരു പ്രതീക്ഷ മുമ്പോട്ടുള്ള കേസിൻ്റെ അഡ്മിനിസ്ട്രേഷൻസും നാട്ടിൽ നമ്മളുടെ ഡയസസുമായിട്ട് ചേർന്നിട്ട് അത് ഒരു ഫോർമൽ പ്രോഗ്രാമായി ഡെവലപ്പ് ചെയ്താൽ കൊള്ളാമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒരു വോളണ്ടറി സർവീസിനുള്ളൊരു എൻകറേജ്മെൻറ്റും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൂടുതലും അവർക്ക് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് ഹൈസ്കൂളിൽ സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ അവരുടെ കോളേജ് അഡ്മിഷനെയൊക്കെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ അത് ഒരു ആക്ടിവിറ്റി ഞങ്ങൾ നടത്തി അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. അതുപോലെ അടുത്തത് ഒരു പരിപാടിയാണ് ഷിക്കാഗോയിലെ അസോസിയേഷൻ മുമ്പോട്ട് വന്ന് ഓർഗനൈസ് ചെയ്തതാണ് ക്നാനായ ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ, ക്നാനായ യൂത്ത് ഫെസ്റ്റ്. അത് ഇവിടെ ഷിക്കാഗോയിൽ ബാസ്കറ്റ്ബോൾ ടൂർണമെൻ്റായിട്ടാണ് നടത്തിയത്. അതും ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ആദ്യം ഒരു 10-100 പിള്ളേർ വരും എന്ന് വിചാരിച്ചാണ് തുടങ്ങിയത്. പക്ഷേ 200-ൽ പരം കുട്ടികളെന്നല്ല യുവജനങ്ങൾ അതിൽ വരാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ടാണ് കരുതുന്നത്. യുവജനങ്ങൾ വന്നതിലുപരി ഞങ്ങളത് തത്സമയം കാണിക്കുകയുണ്ടായി. എങ്കിലും അന്ന് കമ്പ്യൂട്ടറിലൂടെ കാണിച്ചു. എനിക്ക് തോന്നുന്നത് അമേരിക്കയിലെ ഒരുപാട് ആളുകൾ അന്ന് കമ്പ്യൂട്ടർ ഓണാക്കി ഇത് കണ്ടു. അപ്പം നമ്മുടെ ഇവിടുത്തെ യുവജനങ്ങൾ അതിൽ KCCNAയിൽ ഒരു ബാസ്കറ്റ്ബോൾ കളിയിലാണെങ്കിൽ പോലും ആത്മാർത്ഥമായി പങ്കെടുത്തപ്പോൾ ഇവിടുത്തെ ആളുകൾ വളരെ സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പം നമുക്ക് കൂടുതൽ ഇങ്ങനെയുള്ള പരിപാടികൾ വരണമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതിൽ വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത് അന്ന് 18 വയസ്സിന് മേലുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ഓർഗനൈസ് ചെയ്തത്. കാരണം അങ്ങനെയുള്ള ഏജ് ഗ്രൂപ്പിനാണ് പലപ്പോഴും പ്രോഗ്രാംസ് ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ 18-20 മാത്രമല്ല 36-37 വയസ്സുള്ള ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ പോലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ച്വലി ഞങ്ങളതൊരു വലിയ നേട്ടമായിട്ട് കരുതുകയാണ്. കാരണം അവർക്കൊക്കെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ സാധിച്ചു. ഇക്കൊല്ലമാണെങ്കിലും പുതിയ KCYL ബോർഡ് വന്നപ്പോഴും അവരാദ്യം പറഞ്ഞത് അതുപോലൊരു പരിപാടി ഇക്കൊല്ലവും കൂടെ ഓർഗനൈസ് ചെയ്യണം. കാരണം കൺവെൻഷൻ ഇല്ലാത്ത വർഷങ്ങളിൽ അത് ഓർഗനൈസ് ചെയ്യുന്ന അതുപോലൊരു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പെൺകുട്ടികളെ കൂടെ വരാൻ പറ്റുന്ന അവർക്കൂടെ ഒരു അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാക്കണം. പക്ഷെ അതിൽ ഏറ്റവും വലിയ ഒരു സക്സസ് എന്ന് പറയുന്നത് ആ പ്രോഗ്രാം നടന്ന ഡേയിലും അതിന് പിറ്റേ ദിവസവും 2 ദിവസങ്ങളിലും ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഈ പിള്ളേർ അവിടെ അത് ബിഹേവ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. അതിൽ ഷിക്കാഗോയിൽ നിന്നുള്ള റോണി പുത്തമ്പറമ്പിൽ, വിപിൻ ചാലുങ്കൽ, അതുപോലെ ന്യൂയോർക്കിൽ നിന്നുള്ള മോഹൻ, ഇതുപോലുള്ള പിള്ളേരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. കാരണം നമ്മൾ കുട്ടികളെ ട്രസ്റ്റ് ചെയ്ത് അല്ല യുവാക്കളെ ഇവിടെ ജനിച്ചു വളർന്ന യുവാക്കളെ ഒരു കാര്യം ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിച്ചാൽ അവർ തീർച്ചയായിട്ടും അവർ നടത്തിയെടുക്കും. അതുപോലെ തന്നെ അതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇത്രയും വലിയൊരു പ്രോഗ്രാമിന് ധാരാളം സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു. പീപ്പിൾ ആക്ച്വലി ഗേവ് us lot of money to do this. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരാൾ പോലും ഒരു ബാഡ്ജ് കെട്ടാൻ വരിക അങ്ങനെയുള്ള യാതൊരു ഇഷ്യൂ ഒരു ഷോക്കേസ് അങ്ങനെയുള്ള അതൊന്നും ഇല്ലാതെ തന്നെ വളരെ ഭംഗിയായിട്ടൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ യുവജനങ്ങളുടെ ഇടയിൽ ഒരു പ്രത്യേക ഡെഡിക്കേഷൻ ഉണ്ട്. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ആളുകൾ വരുമ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമത് നടത്തിയ ഒരു പ്രോഗ്രാമാണ് ഈ KCYL തന്നെയാണ് നേതൃത്വം കൊടുത്തത്. ഞങ്ങൾ അതിൻ്റെ പുറകിൽ നിന്നിട്ടേ ഉള്ളൂ, വളരെ പുറകിൽ നിന്നിട്ടേ ഉള്ളൂ. അവരുടെ ഒരു ഡിസംബറിൽ നടത്തിയ ഒരു ക്യാമ്പ്, അതും ഈ പറഞ്ഞ പോലെ 4 ദിവസം ധാരാളം കുട്ടികൾ, അത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളായി 21 വയസ്സിന് താഴെയുള്ള കുട്ടികളായിരുന്നു. അവിടെയും ഒരു പ്രശ്നവും കൂടാതെ 3 ദിവസം അവർ ആക്ച്വലി അതിൽ വളരെ നന്നായിട്ട് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിന് KCYL എക്സിക്യൂട്ടീവ്സ് വളരെയധികം പ്രശംസകൾ അർഹിക്കുന്നുണ്ട്. അതുപോലെ കൺവെൻഷനിൽ വന്നപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളുടെ കൺവെൻഷനെ ഒരു പരിധിവരെ വിജയിപ്പിച്ചത് യുവജനങ്ങൾ തന്നെയാണ്. അമേരിക്കയിലെ ഏകദേശം 700ഓളം പിള്ളേരെ കൺവെൻഷൻ രജിസ്റ്റർ ചെയ്തു.
അതിലൊക്കെ ഏത് പ്രോഗ്രാം എടുത്താലും യുവാക്കളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ വളരെ വലുതായിരുന്നു. അതുപോലെ തന്നെ ആ കൺവെൻഷൻ 4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഇൻസിഡൻറ്റും കൂടാതെ ഒരു കൺവെൻഷനെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനമുണ്ട് ഇവിടുത്തെ യുവജനങ്ങളിൽ. കാരണം അവിടെയാണ് ഞങ്ങളുടെ കഴിവല്ല, അവരുടെ കഴിവുകളാണ് സത്യത്തിൽ ഞങ്ങളെ ആ കൺവെൻഷൻ സക്സസ്ഫുൾ ആക്കാൻ സഹായിച്ചതെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എന്നും ഞങ്ങൾ ഇനി വരുന്ന KCCNA അഡ്മിനിസ്ട്രേഷനോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് ഗീവ് ദം ദ ഓപ്പർച്യൂണിറ്റി ടു ബി സക്സസ്ഫുൾ ഇൻ ദ കമ്മ്യൂണിറ്റി. വിശ്വസിച്ച് അവരെ ഏൽപ്പിക്കുക. അപ്പോൾ അവർ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യും. പലപ്പോഴും നമുക്ക് പറ്റുന്നത് നമ്മളുടെ കൺട്രോൾ ഇല്ലെങ്കിൽ അവർ വഷളായി പോകുമോ എന്നുള്ള ഒരു മുൻവിധിയാണോ ഇതിനെല്ലാം ഒരു കാരണമായി വരുന്നതാണ് എൻ്റെ തോന്നൽ. ഇപ്പോൾ ഈ കൺവെൻഷനെ കുറിച്ച് പറഞ്ഞപ്പം കൺവെൻഷനിൽ പങ്കെടുത്ത ആളെന്ന നിലയിൽ എനിക്കറിയാം വളരെ കൗതുകവും നിറഞ്ഞ് അതിലേറെ രസകരവും എന്നാൽ വിജ്ഞാനപ്രദവുമായ ഒരുപാട് പ്രോഗ്രാമുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കാൾ ഉപരി ഈ കൺവെൻഷനിൽ കാണുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലേക്ക് ചിന്ത ഉണ്ടാകുവാനുള്ള സാഹചര്യം ഒന്ന് വിശദീകരിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നത്? അതായത് രണ്ട് മൂന്ന് ഘടകങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ടുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ പഴയ കൺവെൻഷനുകളുണ്ടായ ചില ബുദ്ധിമുട്ടുകളും അതുപോലെ ഉണ്ടായ ചില പ്രശ്നങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ഈ നമ്മളുടെ യുവജനങ്ങളുടെ അടുത്ത് മക്കൾ സംസാരിച്ചതിൽ നിന്നൊരു കാര്യം മനസ്സിലായത്, പലപ്പോഴും നമ്മൾ കൺവെൻഷൻ നടത്തുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ, അതായത് ഫസ്റ്റ് ജനറേഷൻ ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ആ ജനറേഷൻ്റെ താല്പര്യങ്ങൾക്കാണ് പലപ്പോഴും മുൻതൂക്കം കൊടുക്കാറുള്ളത്. കാരണം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പലപ്പോഴും ഇവിടുത്തെ ജനിച്ചു വളരുന്ന ജനറേഷൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാനുള്ള സമയം നമ്മളധികം സ്പെൻഡ് ചെയ്യാറില്ല. കാരണം അതല്ലെങ്കിൽ അതിന് ഇൻപുട്ട് തരാനുള്ള ആൾക്കാർ അതിലില്ല. നമ്മുടെ കൺവെൻഷൻ അവരുടെ അഭിരുചിയെ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കും ഇല്ല, നമ്മൾ അതിലേക്ക് ശ്രമിക്കാറുമില്ല. അപ്പോൾ അതിന് വേറൊരു ക്ലാസിക് ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് അറ്റ്ലാന്റയിൽ, ഞാനത് പല രീതികളിൽ പറഞ്ഞിട്ടുണ്ട്, അറ്റ്ലാന്റ അസോസിയേഷനിൽ ഇലക്ഷൻ പ്രചരണത്തിന് പോയപ്പം അറ്റ്ലാന്റയിലെ യുവജനങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് അവരാവശ്യപ്പെട്ട് ഞങ്ങളൊരു മണിക്കൂർ ആക്ച്വലി ഒരു ലെക്ചർ പോലെ കൊടുക്കുകയുണ്ടായി. അന്ന് ഡ്രീമിങ്ങിനെ പറ്റിയായിരുന്നു, അതായത് ലൈഫിൽ ഡ്രീം ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞ് ചുമ്മാ കമ്മ്യൂണിറ്റിയുടെ കോൺവെർസേഷനിൽ വന്നപ്പോൾ ഒരു പയ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, കൺവെൻഷനിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ ആക്ച്വലി ആഗ്രഹിക്കുന്നത്, എന്ത് ചേഞ്ചസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. ഒരു പയ്യനെ ഫേസ് ചെയ്യാൻ ഇന്ന് ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ നിങ്ങൾ നാട്ടിൽ നിന്ന് ചിത്രയുടെ ഗാനമേളയൊക്കെ നിങ്ങൾ കൊണ്ടുവരും, ദാറ്റ്സ് ബിക്കോസ് യു ഗൈസ് എൻജോയ് ഇറ്റ്, വൈ ഡോണ്ട് യു ഗൈസ് ബ്രിങ് എ ബാൻഡ് ഫോർ അസ് ദാറ്റ് വി എൻജോയ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് ശരിക്കും ഐ റിയലി തോട്ട് അബൌട്ട് ഇറ്റ്. അവർ പറയുന്നത് എന്ത് കറക്റ്റാണ്. കാരണം നമ്മൾ ഇവിടെ ജനിച്ചു വളരുന്ന പിള്ളേരെന്ന് പറയുന്നത് നമ്മളുടെ സ്കൂളുകളിൽ അവർ പോകുമ്പോൾ കാണുന്ന പിള്ളേരെല്ലാം ഒന്നാണ്. അവരുടെ കളറും അല്ലെങ്കിൽ അവരുടെ ഗ്രാനായക്കാരാണെന്ന് പറയാം, അല്ലെങ്കിൽ കളർലി അവർ ഇന്ത്യൻസ് ആണെന്ന് പറയാമെന്നല്ലാതെ അവരുടെ കൾച്ചറലി അവരെല്ലാവരും അമേരിക്കൻസ് തന്നെയാണ്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അവർക്കിഷ്ടമുള്ള പ്രോഗ്രാംസ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് ഞങ്ങൾ ആക്ച്വലി ഒരു മേജർ ചേഞ്ചസ് വരുത്തിയത് ഇപ്രാവശ്യം. അപ്പോൾ അവർക്കും കൂടെ അതായത് 50% പാർട്ടിസിപ്പൻസ് ഇന്ന് ഇവിടെ ജനിച്ചു വളരുന്ന പിള്ളേരാണ്. അപ്പോൾ ഞങ്ങൾ ഔട്ട്സൈറ്റിലൊരു തീരുമാനമെടുത്തു, 50% ഓഫ് അവൈലബിൾ മണി വിൽ ബി സ്പെൻഡ് ഫോർ ദെയർ പ്രോഗ്രാംസ്. പ്രോഗ്രാം ഞങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ഞങ്ങളത് ചെയ്യുകയും ചെയ്തു. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഞങ്ങൾ ഫേസ് ചെയ്തതിനകത്ത് വി നെവർ വാണ്ടഡ് ടു കട്ട് ഷോർട്ട് ദെയർ പ്രോഗ്രാംസ്. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡിഫറൻസ് വന്നത് വിമൻസ് ഫോറമാണ്. വിമൻസ് ഫോറം ആക്ച്വലി കം അപ്പ് വിത്ത് സം വെരി ഗുഡ് ഐഡിയാസ്. അവരുടെ ക്നാനായ മങ്ക എന്നുള്ള പ്രോഗ്രാമൊക്കെ ഇറ്റ് വാസ് എക്സ്ട്രീംലി പോപ്പുലർ. അതുപോലെ തന്നെ അതിൻ്റെ ലാസ്റ്റ് ദിവസം അവർ നാട്ടിൽ നിന്ന് കളിയല്ല കല്യാണം, ഇറ്റ് വാസ് വെരി പോപ്പുലർ. ആക്ച്വലി ഞങ്ങൾ ഇത് പരിപാടി തുടങ്ങുന്ന സമയത്ത് വി ഡിഡ്ന്റ് റിയലൈസ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ടേൺ ഔട്ട് ടു ബി സക്സസ്ഫുൾ. പക്ഷേ ദേ ഓൾസോ മെയ്ഡ് ആൻ ഇനോർമസ് കോൺട്രിബ്യൂഷൻ. ഒന്ന് ഇൻ്ററപ്റ്റ് ചെയ്യാം. ഞാനന്ന് കഫറ്റീരിയയിൽ ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഞാൻ സർപ്രൈസ്ഡ്. കാരണം ഞാൻ KCBയിൽ ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ ക്യാമ്പുകളിലൊക്കെ വളരെ ഡൈനാമിക്കായിട്ട് ക്ലാസ്സുകൾ എടുക്കാൻ വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ചെറിയാൻ വർഗീസ്. അദ്ദേഹത്തെ വെച്ച് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ റിയലി സർപ്രൈസ്. എനിക്കറിയാം 100% സക്സസ്സാണ്. പക്ഷെ അത് അന്ന് കൺവെൻഷൻ വന്ന വനിതകൾ മുഴുവൻ പറഞ്ഞു ആ പ്രോഗ്രാം 100% അവർ എൻജോയ് ചെയ്തു. അതുപോലുള്ള പരിപാടികളാണ് ഇനിയും വേണ്ടത്. അപ്പം അത് തീർച്ചയായും. പിന്നെ അതുപോലെ തന്നെ വേറൊന്ന് ഒരു പുതുമയായിരുന്നല്ലോ വള്ളംകളി എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന പോലെ വളരെ നല്ലൊരു ഐഡിയ, താമ്പായിലെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഐഡിയ ആയിരുന്നു. പക്ഷേ അത് വളരെ സക്സസ്ഫുൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു. അത് തന്നെയല്ല അതിലെല്ലാവരും ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അന്ന്
ഈ പറയുന്ന ആ ഫെസിലിറ്റിയിൽ യുവാക്കളും പേരൻസും ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഈവൻ്റായിട്ട് അത് മാറി എന്നുള്ളതാണ്. കാരണം നമുക്ക് ശരിക്കും പലപ്പോഴും ബാസ്കറ്റ്ബോൾ കളിച്ച യൂത്ത് കളിക്കും, അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസമായി അതാ പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് അഡൽട്സും യൂത്തും ഒരുമിച്ച് ഒരു ടീമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഈവൻ്റ് എന്നുള്ള നിലയ്ക്ക് ദാറ്റ് വാസ് വെരി പോപ്പുലർ. അത് തന്നെയല്ല ആ സെറ്റപ്പും അവിടെ ഫുഡ് സെർവ് ചെയ്യാൻ പറ്റി, ഒരു പിക്നിക്കിൻ്റെ ഒരു ക്യാമ്പിങ്ങിൻ്റെ അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചെന്ന് പറയുന്നത് ദാറ്റ് ഓൾസോ വാസ് എ സക്സസ് ഫോർ അസ്. ഇതിൻ്റെയൊക്കെ പുറകിൽ 1-2 കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അറ്റ് സം പോയിൻറ്റ് KCNA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു ഡിസിഷനായിരുന്നു ആദ്യമായിട്ട് ഒരു യൂത്തിനെ കൺവെൻഷൻ്റെ ചെയർമാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആ ഇൻപുട്ടും എലോങ് വിത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഞങ്ങൾ മോഹനെ അന്ന് റീജിയണൽ വൈസ് പ്രസിഡൻ്റായിട്ട് ന്യൂയോർക്കിൽ നിന്ന് എലക്ട് ചെയ്ത് ആ ഒരു 2 വ്യക്തികളുടെ, അതുപോലെ അനീഷ് നടക്കുഴയ്ക്കൽ, ഈ 3 വ്യക്തികളുടെ ഇൻപുട്ട് എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ ഞങ്ങൾക്ക് ആക്ച്വലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരെ കൊണ്ടുവന്നത്. അവരുടെ ഇൻപുട്ട് അനുസരിച്ചാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് അതിൽ 100% ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസിൽ നമ്മൾ ഇനിയെങ്കിലും നമ്മൾ കമ്മ്യൂണിറ്റി മനസ്സിലാക്കേണ്ടത് ആ ജനറേഷനിലെ മുതിർന്ന കുട്ടികളെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. നമ്മളെക്കൊണ്ട് പക്ഷേ ഒരു ഇലക്ഷനിൽ മത്സരിപ്പിച്ചവരെ നിർത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നോമിനേറ്റ് ചെയ്തിട്ടാണെങ്കിലും റെസ്പോൺസിബിൾ പൊസിഷൻസിൽ അവരെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഈ കമ്മ്യൂണിറ്റിയുടെ ഫ്യൂച്ചറിൽ ഇതിനെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് സത്യത്തിൽ ഈ കൺവെൻഷൻ്റെ വിജയവും അല്ലെങ്കിൽ കഴിഞ്ഞ 2 കൊല്ലത്തെ പ്രവർത്തനങ്ങൾ യുവജനങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ സക്സസ്ഫുൾ ആക്കിയിരിക്കുന്ന കാര്യങ്ങൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിലൊക്കെ ഐ ഹാവ് ടു സേ മൈസെൽഫ് ആൻഡ് മൈ കമ്മിറ്റി ഈസ് എക്സ്ട്രീംലി പ്രൗഡ് ആൻഡ് എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ്. കൺവെൻഷൻ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയാണെങ്കിൽ സഞ്ചരിച്ചെങ്കിലും പിന്നീട് അതിനൊരു ഗാനാന്തേശം ഉണ്ടായി എന്ന് നമ്മൾ വിശ്വസിക്കാം. പിന്നീട് കൺവെൻഷന് ശേഷം, കൺവെൻഷൻ കഴിഞ്ഞ ജൂലൈയിൽ കഴിഞ്ഞു, കൺവെൻഷന് ശേഷം KCCNA തലത്തിൽ എന്തെല്ലാം പരിപാടികളാണ് നമുക്ക് നടത്തുവാൻ സാധിച്ചതോ എന്തെങ്കിലും ബ്രീഫായിട്ടൊന്ന് വിശദീകരിക്കാം കൺവെൻഷന് ശേഷം? അതായത് ഞങ്ങൾ കൺവെൻഷൻ്റെ കൂടെ തന്നെ വേറെ ഈ കൺവെൻഷൻ മാത്രമായിരുന്നില്ല സത്യത്തിൽ. ഞാൻ പറഞ്ഞില്ല, KCCNAയുടെ മനസ്സിൽ KCCNA ഞങ്ങൾക്ക് വന്നപ്പോൾ വി ഹാഡ് ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ഐഡിയാസ് എന്ന് പറയുന്നത് മുമ്പേ ഞാൻ പറഞ്ഞ പോലെയാണ് യുവജനങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്പർ 1 ആയിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ യുവജനങ്ങൾക്ക് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു മട്രിമോണിയൽ ഡേറ്റിംഗ് സൈറ്റ് തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ആക്ച്വലി ആഗ്രഹമുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് മോഹൻ ഒത്തിരി ശ്രമിച്ചതാണ്. പക്ഷേ ഞങ്ങൾക്ക് അതിൽ സക്സസ്ഫുൾ ആകാൻ പറ്റിയിട്ടില്ല ഇതുവരേക്ക്. പക്ഷേ അത് കാരണം നമ്മൾ ട്രഡീഷണലി കാണുന്നത് പോലെ ഒരു വൈവാഹികമല്ല ഇവിടുത്തെ കുട്ടികൾക്ക് താല്പര്യവും അതുപോലെയുള്ള സൈറ്റുകൾ കൂടിയല്ല അവരവരുടെ പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒത്തിരി ശ്രമിച്ചതാണ്. അവിടെ ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ സാധിച്ചിട്ടില്ല. അതിൽ ഒരു പേഴ്സണലി ഒരു ഡിസപ്പോയിൻമെൻറ്റ് എനിക്കുണ്ട്. അതായത് നമ്മളുടെ ഈ അമേരിക്കയിലൊക്കെ ഹാർമണി എന്നൊക്കെ പറയുന്ന സൈറ്റുകളുണ്ട്. അപ്പോൾ അതുപോലെയുള്ളൊരു സൈറ്റിൽ അതുപോലെയുള്ളൊരു എൻറ്റിറ്റിയുടെ കൂടെ ചേർന്നുകൊണ്ട്, അതായത് നമുക്ക് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ ചേർന്നിട്ട് ഒരു ഗ്രാനായ ഒരു സെക്ഷൻ, അത് കാരണം അവരുടെ ഇതിൽ തന്നെ പലതരം സെക്ഷനുകളുണ്ട്. ഗ്രാനായക്കാരുടെ മാത്രമല്ല, ഗ്രാനായക്കാരുടെ എന്നല്ല, പല ജൂയിഷൻ സെക്ഷനുണ്ട്, ഇവിടെ ഗുജറാത്തി സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരെണ്ണം ഗ്രാനായക്കാർക്ക് വേണ്ടി ബിൽഡ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ പറഞ്ഞ പോലെ ഇതുവരെ നടത്തിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിലൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾ നോക്കിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ആനുകാലിക പ്രശ്നങ്ങളെ ഉള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് 1986 റിസ്ക്രിപ്റ്റാണ്. അപ്പോൾ ആ റിസ്ക്രിപ്റ്റിൻ്റെ ഒരു ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണമെന്ന് അത് കഴിഞ്ഞ 3-4 കൊല്ലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അതിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാനൊക്കെ വളരെ ലേറ്റായിട്ട് അമേരിക്കയിലെത്തിയ ആളുകളാണ്. ഈ 86 നമുക്കൊരു റിസ്ക്രിപ്റ്റ് കിട്ടി. അതിനുശേഷം വന്ന ഒരുപാട് ആളുകൾക്ക് ഈ റിസ്ക്രിപ്റ്റ് എന്താണെന്നോ അല്ലെങ്കിൽ അത് നമുക്കുണ്ടാക്കിയിരിക്കുന്ന ഭവിഷ്യത്ത് എന്താണെന്നോ നമ്മളിൽ ജ്ഞാനായക്കാരിലെ ഒരു കരിനിഴലായി അത് നിലനിൽക്കുന്നു എന്നൊന്നും ഒത്തിരി ആളുകൾക്ക് അറിയത്തില്ല. അപ്പം താങ്കൾക്ക് ആ റിസ്ക്രിപ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും അതിൻ്റെ അറിയാവുന്ന എന്താണ് റിസ്ക്രിപ്റ്റ്, അതെങ്ങനെ നമുക്ക് ലഭിച്ചു ഒന്ന് വിശദീകരിക്കാം? 1986 ഞാനന്ന് ഇവിടെ ഇല്ല, എന്നാൽ പോലും ഇതിൽ ഒത്തിരി വർക്ക് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് കുറച്ച് ഹിസ്റ്ററി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇതിനു വേണ്ടി പുറകെ നടക്കുന്നതാണ്. അതിൽ നിന്നൊരു കാര്യം പറയാനുള്ളത്, 1986 റിസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അത് റോമിൽ നിന്ന് വന്ന ഒരു ഷിക്കാഗോയിലെ ഷിക്കാഗോയിലെ ലാറ്റിൻ ആർച്ച് ഡയസസിന് വന്ന ഒരു ലെറ്ററാണ്.
ആ ലെറ്ററിൽ അന്ന് പറഞ്ഞിരുന്നത് ഇതാണ്: ക്നാനായക്കാരെ പുറത്തുനിന്ന് കല്യാണം കഴിക്കുന്ന ക്നാനായക്കാരെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന പ്രാക്ടീസ് നോർത്ത് അമേരിക്കയിൽ അനുവദനീയമല്ല എന്നും പറഞ്ഞ് വന്നൊരു ലെറ്ററാണ്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമ്മൾ കോട്ടയത്തെ നമ്മുടെ ഇടവകളിലെ പോലെ തന്നെ ഉള്ള ഒരു സംവിധാനം ഇവിടെ പറ്റുന്നില്ല എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അതിനകത്ത് രണ്ട് പ്രശ്നങ്ങളാണ് ഞാനൊക്കെ കണ്ടിരിക്കുന്നത്. അതായത് ഒന്ന്, ഈ റിസ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അന്ന് അമേരിക്കയിലുണ്ടായിരുന്ന, പ്രത്യേകിച്ച് ഷിക്കാഗോയിലുണ്ടായിരുന്ന ക്നാനായ സമുദായത്തിൽ നിന്ന് വെളിയിൽ നിന്ന് കല്യാണം കഴിച്ച കുറച്ച് വ്യക്തികളുടെ ഒരു എഫേർട്ടിൻ്റെ വെളിച്ചത്തിലാണ് ഈ റിസ്ക്രിപ്റ്റിൻ്റെ ഉത്ഭവം. അപ്പോൾ അന്ന് അവർ സക്സസ്ഫുള്ളി ചെയ്തത് ഷിക്കാഗോ സീറോ മലബാർ രൂപതയുടെ സീറോ മലബാറല്ല, ഷിക്കാഗോ ലാറ്റിൻ ആർച്ച് ഡയസിൻ്റെ അന്നത്തെ കാർഡിനലിനെ കൺവിൻസ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. അതായത് ക്നാനായ സമുദായത്തിൽപ്പെട്ട അവരെ സമുദായം കല്യാണത്തിൻ്റെ പേരിൽ പുറത്താക്കി എന്ന ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചതിലൂടെ അവർ അമേരിക്കയിൽ സാധിച്ചെടുത്തത് ദ കമ്മ്യൂണിറ്റി ഈസ് ഡിസ്ക്രിമിനേറ്ററി എന്നുള്ളതാണ്. അതായിരുന്നു ഫണ്ടമെൻ്റലി നമ്മൾക്കെതിരെയുള്ള ആർഗ്യുമെൻ്റ്. അതായത് നമ്മൾ പുറത്താക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ വി ആക്ച്വലി ഷോ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതായിരുന്നു. പക്ഷേ അതിൽ അവർ നമ്മളെ ഒരു വർഗീയവാദികളായി അവർ ചിത്രീകരിച്ചു, വിജയം കണ്ടു എന്നുള്ളത്. അത് വളരെ എഫക്റ്റീവായിട്ട് അവർ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അതിൽ നമ്മളുടെ കയ്യിൽ നിന്ന് അന്ന് വന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഈ ഹോൾ പ്രോസസ്സിൽ നമ്മൾ ആക്ച്വലി 100% അറിഞ്ഞില്ല എങ്ങനെയത് ചെയ്യുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്, എനിക്ക് തോന്നുന്നില്ല കോട്ടയത്തെ നമ്മളുടെ ബിഷപ്പുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം പോലുമാണ് അങ്ങനെ ഒരു റിസ്ക്രിപ്റ്റ് ഇഷ്യൂ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിനകത്ത് വന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ക്നാനായ സമുദായത്തിൽ ജനിക്കുന്ന ആരെയും പുറത്തുനിന്ന് കല്യാണം കഴിക്കാൻ ഒരിക്കലും നിർബന്ധിക്കാറില്ല. അവരുടെ ചോയ്സ് അനുസരിച്ച് പുറത്തുനിന്ന് കല്യാണം കഴിക്കുന്നവരാണ്. ആ പുറത്തുനിന്ന് കല്യാണം കഴിക്കുന്നവർ അവരുടെ ക്നാനായ സമുദായത്തിൻ്റെ ട്രഡീഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് വ്യക്തമായി അറിയാവുന്നവരുമാണ്. കാരണം ക്നാനായ സമുദായത്തിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, സംബഡി ഹാസ് ടു ബി ബോൺ ഓഫ് ബോത്ത് ക്നാനായ പേരൻസ് ആൻഡ് ഇഫ് ദേ ആർ മാരീഡ് ദെയർ സ്പൗസസ് ഓൾസോ ഷുഡ് ബി ബോൺ ഓഫ് ബോത്ത് ക്നാനായ പേരൻസ്. അതിന് കാരണം വേറൊന്നുകൊണ്ടല്ല, ക്നാനായ പേരൻസിൽ നിന്ന് ജനിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ക്നാനായ മാരേജ് നടന്നേ പറ്റൂ. കാരണം ഇത് രണ്ടും ഒന്ന് ഇല്ലാതെ മറ്റില്ല. അപ്പോൾ ആ ഒരു സെക്ടറിൽ ഇത് വ്യക്തമായിട്ട് അറിയാവുന്നവർ, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ച് പോയവർ, അന്ന് കല്യാണം കഴിക്കുമ്പോൾ അവരുടെ ഇഷ്ടപ്രകാരം അവരാവശ്യപ്പെട്ടതനുസരിച്ച് രൂപതയിൽ നിന്ന് പെർമിഷൻ കൊടുത്ത് വേറൊരു ഇടവകയിൽ പോയി സ്വമനസ്സാലെ ചേർന്നവരാണ് അവരെ ഏതോ രീതിയിൽ പുറത്താക്കി എന്ന് പറയുന്നത് സത്യത്തിൽ ഒരിക്കലും ശരിയല്ല. കാരണം യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം അവർ സ്വമനസ്സാൽ പുറത്ത് പോകുന്നു, ഒന്ന്. രണ്ട്, അവർ ക്നാനായ സമുദായത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത് ഒഴിവാക്കി അവർക്ക് ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ക്നാനായ സമുദായത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ ആ തനിമ നിലനിന്ന് പോകണമെന്ന് അവർ ആഗ്രഹിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് പിന്മാറുവാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പിന്നെ ഇതിലൂടെ എനിക്ക് ചേർക്കാനുള്ളത്, നമ്മളൊക്കെ കണ്ടുപിടിച്ചത് ക്നാനായ സമുദായത്തിൻ്റെ ഈ പവിത്രത, അതായത് സ്വവംശ വിവാഹനിഷ്ഠ അഥവാ എൻഡോഗമി എന്ന് പറയുന്ന ആ പവിത്രത, ഇത് ആരുടെയും ദാനമോ കാരുണ്യമോ ഒന്നുമല്ല, ഇത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ ആ അവകാശത്തെ നിക്ഷിപ്തമാക്കുന്ന അല്ലെങ്കിൽ അതിനെ തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അതിനായി നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ 86 റിസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ അത് അന്ന് ഷിക്കാഗോയിലെ ആർച്ച് ഡയസസിന് വന്ന ഒരു ലെറ്ററാണ്. പക്ഷേ ആ സെയിം ടൈം ന്യൂയോർക്കിലും ഹ്യൂസ്റ്റണിലും ഒക്കെ നമ്മുടെ ക്നാനായ മിഷനുകൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് എൻഡോഗമസ് നേച്ചറിൽ കൂടി തന്നെയാണ്. സ്വവംശ വിവാഹം അനുസരിക്കുന്നവർ മാത്രമേ അതിലും അംഗങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ. ഷിക്കാഗോയിൽ പോലും ഇങ്ങനൊരു ഓർഡർ വന്നെങ്കിലും അന്ന് കുന്നശ്ശേരി പിതാവും അന്ന് മിഷനിൽ സെർവ് ചെയ്യുന്ന അച്ഛന്മാരാവരും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. കാരണം അതുകൊണ്ടാണ് ഈ ക്നാനായ മിഷനുകൾ ആക്ച്വലി വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള മുമ്പേ പറഞ്ഞതാണ്, ഒരു കമ്മ്യൂണിറ്റിക്ക് ആ കമ്മ്യൂണിറ്റിയുടെ ട്രഡീഷൻസും ആ കമ്മ്യൂണിറ്റിയുടെ ഐഡൻറ്റിറ്റിയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ അവകാശമെന്ന് പറയുന്നത് ആ കമ്മ്യൂണിറ്റിയുടെ സ്വന്തമാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വ്യക്തിഗതമായ സഭാ സംവിധാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ നിയമങ്ങൾ മാറ്റണമെന്ന് പറയുന്നത് യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. അത് ഏത് ലീഗൽ ഫ്രണ്ടിലും
അത് സക്സസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് വളരെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെന്തോ ആൾക്കാരെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അത് ഉണ്ടായത്. അത് തന്നെയല്ല, ഇവരെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ക്നാനായ കമ്മ്യൂണിറ്റിയുടെ ട്രഡീഷൻസ് അനുസരിച്ച് തുടരാനുള്ള യോഗ്യത എന്താണെന്ന് അറിയാവുന്നവരാണ്. പക്ഷേ അവർക്കാർക്കും തന്നെ എനിക്ക് തോന്നുന്ന കോട്ടയം രൂപതയിൽ എങ്ങും ഒരു പാസ്റ്ററൽ കെയർ നിഷേധിച്ചതായിട്ട് കേട്ടിട്ട് പോലുമില്ല. അതായത് ചർച്ച എനിക്കറിയാം, എൻ്റെ കൂടെ എൻ്റെ വേദപാഠ ക്ലാസ്സിലൊക്കെ നമ്മുടെ പള്ളിയിൽ, കുറുമുള്ളൂർ പള്ളിയിൽ എൻ്റെ ഒപ്പം, പക്ഷെ അവരന്ന് KCYL മീറ്റിംഗ് ഉണ്ടെങ്കിൽ അവൻ വീട്ടിലോട്ട് പോകും, ഞാൻ മീറ്റിങ്ങിന് കയറും. പള്ളിയുടെ പൊതുയോഗം ഉണ്ടെങ്കിൽ അവർ വീട്ടിൽ പോകും. പക്ഷേ കുർബാന, കുമ്പസാരം അല്ലെങ്കിൽ കുർബാന കൈക്കൊള്ളപ്പാട്, പെരുന്നാളുകളിലൊക്കെ അവർ ആക്റ്റീവാണ്. പക്ഷെ അവരത് മനസ്സിലാക്കി നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് പറ്റത്തില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിൽ പറ്റത്തില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവർ മാറുന്നൊരു പക്ഷേ ഇവിടെ തിരിച്ചാണ്, ഞാൻ നേടാനുള്ളതൊക്കെ നേടി, ഇനി എനിക്ക് തിരിച്ചു കയറണം എന്നുള്ള ആഗ്രഹമാണ് ചിലരിൽ ഒതുക്കുന്നതുകൊണ്ടാണ് നമുക്കിതൊരു കല്ലുകടിയായി കിടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇവിടെ അമേരിക്കയിലൊക്കെ ഇഷ്ടംപോലെ എക്സാമ്പിളുകളുണ്ട് നമുക്ക്. കാരണം ഇന്ന് KCCNA ഫോർ എക്സാമ്പിൾ, നമ്മൾ വളരെ ക്ലിയർലി നമ്മളുടെ ആരാണ് അതിൽ മെമ്പേഴ്സ് എന്ന് വളരെ ക്ലിയർലി ഡിഫൈൻഡ് ആണ്. അത് ഡിഫൈൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ആർക്കും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല, അത് അസോസിയേഷനാണ് തീരുമാനിക്കുന്നത്. സെയിം തിങ് ഇവിടെ നമുക്ക് ബോയ്സ് സ്കൗട്ടിൽ ഗേൾസിനെ ചേർക്കണമെന്ന് പറഞ്ഞാൽ നടക്കുകയല്ല, ഗേൾസ് സ്കൗട്ടിൽ ബോയ്സിനെ ചേർക്കണമെന്ന് പറഞ്ഞാലും നടക്കില്ല. അതുപോലെ തന്നെ വേറൊന്നാണ്, ഇവിടുത്തെ ഏറ്റവും വലിയ ഗോൾഫ് ടൂർണമെൻ്റാണ് മാസ്റ്റേഴ്സ്, അറ്റ്ലാന്റയിൽ വെച്ച് നടക്കുന്ന മാസ്റ്റേഴ്സ്. അതിനകത്ത് ഒരിക്കലും വിമൻ ഇല്ല. അവർ സുപ്രീം കോർട്ട് വരെ അത് കേസ് പോയതാണ്, പെണ്ണുങ്ങൾക്ക് ഡിസ്ക്രിമിനേഷൻ ആണെന്നും പറഞ്ഞ്. ഇല്ല, അതിനാന്ന് തോന്നുന്നു ജഡ്ജി രാജിവെച്ചിട്ട് അങ്ങനെ എന്തോ ഒരു ഇൻസിഡന്റ് എവിടെ ഉണ്ടായി, അതെനിക്കറിയത്തില്ല. പക്ഷേ അവിടെ പോലും ദ ജഡ്ജ്മെൻറ്റ് വാസ് ആക്ച്വലി ഓൾവേസ് സപ്പോർട്ടീവ് ഓഫ് ദാറ്റ് എൻറ്റിറ്റി. കാരണം ആ എൻറ്റിറ്റിക്ക് അവരെ ഡിഫൈൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ നാട് കൊടുത്തിട്ടുണ്ട്. ഈ നാട് മാത്രമല്ല, ലോകം മുഴുവനുള്ള രാജ്യങ്ങൾ ആക്ച്വലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ബേസിക് കാത്തലിക് പ്രിൻസിപ്പിൾ സാക്രിഫൈസ് ചെയ്യാത്തടത്തോളം കാലം ഈ കമ്മ്യൂണിറ്റിക്ക് എക്സിസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ഈ കമ്മ്യൂണിറ്റിക്ക് നിഷേധിക്കുന്നതാണ് സത്യത്തിൽ ഡിസ്ക്രിമിനേഷൻ എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷം നമ്മൾ തുടങ്ങിയ അന്ന് തന്നെ നമ്മളൊരു ഇൻ്റർവ്യൂ എടുത്തു. അന്ന് ഇപ്പോൾ ഒരു ഭരണത്തിലേറുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ നമുക്കറിയാം, അത് ലോകസത്യമാണ്, 100% ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ചിലപ്പോൾ സാധിച്ചില്ല, ഏത് ഭരണസമിതി ആയാലും ആയിരുന്നില്ല. എങ്കിലും ഒരു ഉദ്ദേശിച്ചതിലൊരു 80% എങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ എൻഡോഗമി ഇഷ്യൂവിൽ KCCNA കഴിഞ്ഞ 2 വർഷ കാലഘട്ടം മനോഹരമായി പ്രതികരിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ട ചില നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. തീർച്ചയായിട്ടും ആക്ച്വലി ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ഇന്നലെ ഇവിടുത്തെ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, അതായത് ഈ കമ്മ്യൂണിറ്റിയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങളതിൽ വളരെ 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 ഹാപ്പിയാണ്. കാരണം അത് ചെയ്തിരുന്നെങ്കിൽ പിന്നെ നമ്മളുടെ എക്സിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ആയിട്ടുള്ളവർ മാത്രമേ കൺവെൻഷനിൽ രജിസ്റ്റർ ചെയ്യാവൂ എന്നുള്ളത് നമുക്കൊരു നമ്മളുടെ നിയമമാണ്. KCCNA മെമ്പേഴ്സ് അവർക്ക് മാത്രമേ ചെയ്യാവുള്ളൂ എന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു ഇഷ്യൂസ് വന്ന സമയത്തൊക്കെ അതിനെ സക്സസ്ഫുള്ളി ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങളുടെ ഒരു നേട്ടമാണ്. കാരണം അത് ഒരു അഡോപ്റ്റഡ് കിഡ്സിനെതിരെയുള്ളൊരു ഡിസ്ക്രിമിനേഷൻ ആണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ പോലും അത് ഞങ്ങൾക്ക് സക്സസ്ഫുള്ളി പിടിച്ചു നിൽക്കാൻ സാധിച്ചത് നമ്മുടെ പ്രിൻസിപ്പിളിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുന്നത് കൊണ്ടും ആ കൺസിസ്റ്റൻറ്റ് മെസ്സേജ് കൊടുത്തതുകൊണ്ടാണ്. കാരണം നമ്മൾ ആരും അഡോപ്റ്റഡ് കിഡ്സിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നവരല്ല. ആകെ നമുക്കുള്ളൊരു റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആരാണ് മെമ്പേഴ്സ്, അത് ക്നാനായ പേരൻസിൽ നിന്ന് ജനിച്ചവരും അത് ബയോളജിക്കലി ജനിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ കല്യാണം കഴിച്ചാൽ അവരുടെ സ്പൗസസും ബയോളജിക്കലി ജനിച്ചവരായിരിക്കണം. ആ ഒരു പ്രിൻസിപ്പിളിൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഡെഫിനിഷൻസ് ഉള്ളൂ. അല്ലാത്തതെല്ലാം നമ്മൾ ബാക്കിയുള്ള ആൾക്കാർ പറയുന്ന എക്സ്ട്രാപ്പുലേഷൻസാണ്. പക്ഷേ എക്സ്ട്രാപ്പുലേഷൻസിൽ നമ്മൾ ലീഗലി നിൽക്കുന്നൊരു കാര്യമല്ല. അതുകൊണ്ടാണ് ഇപ്രാവശ്യം കൺവെൻഷനിൽ പോലും നമുക്ക് അതുപോലെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സക്സസ്ഫുൾ ആയിരുന്നു എന്നതിൽ ഞങ്ങൾക്ക് ആക്ച്വലി വളരെ വളരെ അഭിമാനമുണ്ട്. കാരണം അത് സാക്രിഫൈസ് ചെയ്താൽ പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ സെർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ പേരിൽ സെർവ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതൊന്ന്. രണ്ടാമത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് യുവജനങ്ങൾ ഇതിൽ എക്സൈറ്റഡ് ആക്കുക എന്നുള്ളതാണ്. അതിൽ ഞങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം KCCNA പുറത്തായിരുന്നെങ്കിൽ പോലും ഞാനൊരു ഫംഗ്ഷനും കൂടെ സാൻ ആൻ്റോണിയോ വെച്ച് നടന്നാൽ, ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് KYAA എന്ന് പറയുന്ന മുതിർന്ന കുട്ടികളുടെ പ്രോഗ്രാമാണ്. അന്ന് ഞാൻ എന്നും എന്നെ മോഹൻ വിളിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. 200 പിള്ളേരായിട്ട് തുടങ്ങിയ പ്രസ്ഥാനം രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയത് അവസാനം 300-350 പിള്ളേരിലാണ് അവർ ക്ലോസ് ചെയ്യേണ്ടി വന്നത്. അപ്പം അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആക്ച്വലി കമ്മ്യൂണിറ്റിയിലും
ഈ കമ്മ്യൂണിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചറിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഞങ്ങളുടെ ഒരു വലിയ നേട്ടം. ഈ 2 കാര്യങ്ങളിലാണ് ഒരു വലിയ നേട്ടമായിട്ട് എനിക്ക് ആക്ച്വലി പറയാൻ പറ്റുന്നത്. ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ എല്ലാവർക്കും പ്രവർത്തിക്കാനൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു നേട്ടം. കാരണം വിമൻസ് ഫോറം ആയാലും എല്ലാവരും അവരവരുടെ കഴിവനുസരിച്ച് കൊണ്ടുവരുന്ന പ്രോഗ്രാംസിനെ 100% സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് അതിലാരും KCCNA നേരെ പോയി ഇടപെടുകയോ അതിൽ KCCNA വേണം അതിന് മുമ്പ് നിൽക്കാനെന്നും പറഞ്ഞ് നമ്മൾ ചാടിക്കയറി അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തു പരിപാടികൾ വിജയിച്ചു. കണ്ടുപഠിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. ഇനിയിപ്പോൾ അല്പം വിവാദങ്ങളിലേക്ക് ഒന്ന് പോകാം. കാരണം കഴിഞ്ഞ ഡിസംബർ 20-ാം തീയതി നമ്മുടെ പള്ളികളിൽ മിഷനിലെ പള്ളികളിലൂടെ മാർ അങ്ങാടിയത്ത് ബിഷപ്പിൻ്റെ ഒരു സർക്കുലർ വായിക്കുകയും അതിനെ ചൊല്ലി ഉള്ള ഒരു കോലാഹലങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി. നമുക്കറിയാം സംഘടനാ തലത്തിലും പള്ളികളുടെ പാരിഷ് കൗൺസിലുകളെ പള്ളി കമ്മിറ്റികളെ എല്ലാവരും തന്നെ പ്രമേയങ്ങളുടെ ഒരു 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 കാഴ്ച നമുക്ക് കണ്ടു. അതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? അതായത് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഡിസംബർ 20-ാം തീയതി വന്ന സർക്കുലർ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂവിൽ പറയുകയാണെങ്കിൽ ഐ വുഡ് സേ ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിസപ്പോയിൻറ്റിങ്. കാരണം KCCNAയുടെ നേതൃത്വവും അതുപോലെ പള്ളികളിലെ പാരിഷ് കൗൺസിലും ഒക്കെ പല പ്രാവശ്യം ഇതിലൊരു ക്ലാരിറ്റി വേണമെന്നും പറഞ്ഞ് ബിഷപ്പ് അങ്ങാടിയത്തിന് എഴുതിയതാണ്. പക്ഷേ അതിൽ ഒരു കാലത്ത് റെസ്പോണ്ട് ചെയ്യാതെ അവസാനം ഇന്ന് കാനായ സമുദായത്തിലൊരു ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കഴിയുമ്പോൾ തിരിച്ച് വന്നൊരു പുതിയ ഓർഡർ ഇറക്കി അതുകൊണ്ട് നമ്മളുടെ പള്ളികളെല്ലാം നോൺ എൻഡോഗമസ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എക്സ്ട്രീംലി ഡിസപ്പോയിൻറ്റിങ് ആൻഡ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ഇഗ്നോറിങ് ദ കമ്മ്യൂണിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ട്രഡീഷൻസ്. അതിൽ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ അതിനുശേഷം വന്ന ആൾക്കാരുടെ പ്രതികരണം എന്ന് പറയുന്നത് അസോസിയേഷനുകളായാലും പള്ളികളിലൂടെ ആയാലും എനിക്ക് ഇന്ന് 100% ഉറപ്പുണ്ട്. ഇന്ന് ഒരു 98% കമ്മ്യൂണിറ്റി മെമ്പേഴ്സും ഇന്ന് ഈ കാര്യത്തിൽ ഒരുമിച്ചാണ്. കാരണം ഒരു കഴിഞ്ഞ 5-6 കൊല്ലം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ടൈമായിരുന്നു. കാരണം കുറേ ആൾക്കാർ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു എൻഡോഗമസ് നേച്ചറിനെ പറ്റി ഒരു ക്ലാരിറ്റി വേണമെന്ന് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അവരെ പള്ളി വിരോധികൾ എന്നുള്ള ചിത്രീകരിക്കാനുള്ള വളരെയധികം ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കമ്മ്യൂണിറ്റിയിൽ ഒരു അൺഫോർച്ചുനേറ്റ് ഡിവിഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പള്ളിയുടെ ആൾക്കാർ കമ്മ്യൂണിറ്റിയുടെ അസോസിയേഷൻ്റെ ആൾക്കാരെന്നും പറഞ്ഞൊരു ഡിവിഷൻ ഡെലിബറേറ്റ്ലി ഓർ അൺനോയിങ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഒരു പരിധി വരെ മാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ രീതിയിൽ ഐ ആക്ച്വലി ഇൻഫാക്ട് താങ്ക് ബിഷപ്പ് അങ്ങാടിയത്. കാരണം ഇന്ന് ഈ സിറ്റുവേഷൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കമ്മ്യൂണിറ്റി ഒരിക്കലും ഇങ്ങനെ ഒരു ഒരുമയിലേക്ക് വരികയില്ല. ഞാൻ അതിനോട് യോജിക്കുകയാണ്. കാരണം ഇപ്രാവശ്യം ഈ ഇഷ്യൂ വന്നതോടുകൂടി കാനായ കമ്മ്യൂണിറ്റിയിൽ XOR എല്ലാവരും തന്നെ അവനവൻ്റെ മനസ്സിൽ ഈ വികാരമുണ്ട് എന്ന് ഉണർത്തുകയും അത് പ്രതികരിക്കുകയും അത് അറിയിക്കുകയും ചെയ്തൊരു കാലഘട്ടമാണ് കഴിഞ്ഞ ഒരു മാസം എന്ന് പറയുന്നത്. പക്ഷേ അതിനിടയിലും നമുക്കറിയാം പള്ളികൾ യാഥാർത്ഥ്യമായി എൻഡോഗമസ് അല്ല. പക്ഷേ കാനായ റീജിയൻ്റെ കീഴിൽ കാനായക്കാർക്ക് എന്ന രീതിയിൽ തന്നെ പള്ളികൾ യാഥാർത്ഥ്യമായി. അപ്പോഴും ഈ പ്രശ്നങ്ങൾ നമ്മുടെ അങ്ങാടി പിതാവിൻ്റെ ഈ സർക്കുലറുകൾ എത്തി. അപ്പോൾ ആ ഇടയിലൂടെ പള്ളികൾ പൂട്ടണം, പള്ളികളുടെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തണം എന്നുള്ള ചില സന്ദേശങ്ങൾ പല സ്ഥലങ്ങളിൽ ഒക്കെ വരുന്നു. അതാണോ നമ്മുടെ ഇതിനുള്ള പ്രതിവിധി? അല്ലെങ്കിൽ അങ്ങനെ അതൊരു പ്രതിവിധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്ങനെ തോന്നുന്നു? അതായത് ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ നമ്മളുടെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എക്സ്ട്രീംലി ഡിസപ്പോയിൻറ്റിങ്. കാരണം ഈ സത്യം ആദ്യം മുതലേ ഓപ്പൺലി പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ആൾക്കാർ ഇന്ന് ഇത്രയും ഉള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നമ്മൾ വരുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം തീർച്ചയായിട്ടും ഒരു പരിധിവരെ സമുദായങ്ങളിൽ നിന്ന് ഈ ഒരു സത്യം പല രീതികളിലായി പല ലാംഗ്വേജുകളിലായി ഇത് മറച്ചു വെച്ചിട്ടുണ്ട്. അത് ഇല്ല എന്ന് ആർക്കും സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദേ ഫീൽ ലൈക്ക് ദേ ഗോട്ട് ചീറ്റഡ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ് നമ്മൾ കണ്ടത്. കാരണം അത് പല രീതിയിൽ ഓരോരുത്തർക്കും ദേ കം അപ്പ് വിത്ത് ദെയർ ഓൺ ഐഡിയാസ് ടു സേ ഹൗ വി സോൾവ് ദിസ് പ്രോബ്ലം. കാരണം ഇത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത വി ആർ ഹെൽപ്ലെസ് എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഈ കമ്മ്യൂണിറ്റിയെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതിലും എനിക്കിന്ന് സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന ഒന്നാണ് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത് ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇന്ന് നമുക്കറിയാം ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി നമ്മൾ പണ്ടത്തെ കാലമല്ല. ഇന്ന് ആൾക്കാർക്ക് റെസ്പോണ്ട് ചെയ്യാൻ മീഡിയംസ് ഉണ്ട്.
റെസ്പോണ്ട് ചെയ്യാൻ, അവരുടെ ഇഷ്ടമനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള മീഡിയംസ് ഉണ്ട്. അതിനുള്ള റൈറ്റ്സ് ഉണ്ട്, അതിൻ്റെ കഴിവുണ്ട്. അതിന് ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല, അതുപോലെ അവരുടെ പേരുകളൊരു ബാരിയർ അല്ല. അനോണിമസ് ആയിട്ടും പേര് വെച്ചുമൊക്കെ ധാരാളം ആൾക്കാർക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം. മീഡിയ എന്ന് പറയുന്നതിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മളൊരു 50 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലത്തിന് മുമ്പുള്ള മീഡിയ അല്ല ഇന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതും പറയാത്തതും വിത്തിൻ സെക്കൻഡ്സ് വിൽ കം ഔട്ട്. അതെവിടെയായാലും, അത് പള്ളികളിലായാലും നമ്മളൊരു കോൺവെർസേഷനിലായാലും എല്ലാം അത് ആക്ച്വലി പുറത്ത് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു അധികാരത്തിലിരിക്കുന്ന ആൾക്കാർ, അതായത് ഏത് അധികാരത്തിലെങ്കിലും ആയിക്കോട്ടെ, പള്ളികളിലായാലും അല്ലെങ്കിൽ അസോസിയേഷനിലായ സൊസൈറ്റികളിലായാലും, അധികാരത്തിലിരിക്കുന്നവർ സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് സംസാരിച്ചില്ലെങ്കിൽ അതെല്ലാം മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങളിന്ന് KCCNയെ സംബന്ധിച്ചിടത്തോളം, KCCNA എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരെന്നായതുകൊണ്ട് പറയുകയാണ്, ഈ കമ്മ്യൂണിറ്റിയെ ഇന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് വി ഹാവ് ആക്ച്വലി ബിൽട്ട് അപ്പ് എ വെരി ഗുഡ് പ്ലാൻ ആൻഡ് ആക്ഷൻ പ്ലാൻ ടു ടേക്ക് കെയർ ഓഫ് ദിസ്. അപ്പം ആ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നതാണ് ശരിക്കും വി കൺസിഡർ ഇറ്റ് ആസ് എൻ ഒഫീഷ്യൽ അപ്രോച്ച് ഇൻ ഡൂയിങ് തിങ്സ്. മറ്റേത് എന്ന് പറയുന്ന ആൾക്കാർ അവരവരുടേതായ രീതികൾ റെസ്പോണ്ട് ചെയ്യുന്നു. നമ്മളതിനെ എൻകറേജ് ചെയ്യാനും സപ്രസ് ചെയ്യാനും ഒന്നും നമ്മൾ ആക്ച്വലി ശ്രമിക്കാറില്ല ഓർഗനൈസേഷനിൽ. നമ്മൾ അപ്പോഴുണ്ടാകുന്ന റിയാക്ഷൻ, നമ്മൾ പ്രമേയങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ ജനത്തിനെ അറിയിക്കുന്നു. എൻ്റെ ഒരു ചോദ്യം, എൻ്റെ ഒരു കൺസേണും ഈ അറിയിപ്പുകൾ അല്ലെങ്കിൽ പ്രമേയങ്ങളും ചർച്ചകളും പ്രതിഷേധങ്ങളും ഇമെയിലുകൾക്കും ഒക്കെ അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിന് KCCNA ഏതെല്ലാം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, അത് ഏത് വിധത്തിൽ മുന്നോട്ട് പോകണം, അതിന് അംഗസംഘടനകളുടെ സഹകരണം എത്രമാത്രം ലഭിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒന്ന് വിശദീകരിക്കാം. അതായത് സഹകരണത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വി കാൺ ബിലീവ് അതുപോലെ സപ്പോർട്ട് ഈ കമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് തരുന്നുണ്ട്. കാരണം കഴിഞ്ഞ 1.5 മാസത്തിനകത്ത് ഞങ്ങൾ 4 കോൺഫറൻസ് കോൾസ് ഈ എല്ലാ അസോസിയേഷനുകളുടെയും പ്രസിഡൻസും സെക്രട്ടറിമാരുമായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ മീറ്റിങ്ങുകളിലും എനിക്ക് തോന്നുന്നു 17-18 അസോസിയേഷൻസ് ആക്ച്വലി അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതും വിത്തിൻ 24 hour നോട്ടീസിൽ കൊടുത്താൽ പോലും അത്രയും ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് പീപ്പിൾ ആർ എക്സ്ട്രീംലി സപ്പോർട്ടീവ്. എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഞാനിതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കിയത്, ഇന്നലെ എൻ്റെ സ്പീച്ചിൽ ഞാനത് പറഞ്ഞായിരുന്നു. അതായത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ഈ കമ്മ്യൂണിറ്റിയുടെ ഐഡൻറ്റിറ്റിയുടെ കാര്യം വരുമ്പോൾ എവ്രിബഡി ഈസ് ടുഗദർ ഓൺ ദിസ്. അത് നോബഡി ഈസ്, കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി തീർന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇത്രയും നാൾ സമയം സ്പെൻഡ് ചെയ്തപ്പോഴൊക്കെ എൻ്റെ പാഷൻ എന്ന് പറയുന്നത്, എൻ്റെ ഫാസിനേഷൻ എന്ന് പറയുന്നത് ഈ എക്സിസ്റ്റൻസ് ഓഫ് ദിസ് കമ്മ്യൂണിറ്റിയാണ്. കാരണം ഒരു 1700 കൊല്ലത്തെ എന്ത് ചരിത്രമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ 1700 കൊല്ലം ഒരു പെക്യൂലിയർ എൻറ്റിറ്റി ആയിട്ട് നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സോ യുണീക്ക്. നമ്മുടെ പൂർവികർ ചെയ്ത ഒരു വലിയ ത്യാഗം. അതിനെ അപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് ആ നിലയ്ക്കെങ്കിലും കൊണ്ടുപോവുക, അതിലും കൂടുതൽ ഉയർത്തിയില്ലെങ്കിൽ പോലും പക്ഷേ ആ നിലയിൽ കാത്തു സൂക്ഷിക്കാവുന്നത് നമ്മുടെ കടമയാണ്. അത് തന്നെയല്ല ഒരു കാര്യം എല്ലാവരും ഓർക്കേണ്ടതാണ്. ഒരു പക്ഷേ അന്ന് വളരെ ബുദ്ധിമുട്ടി. കാരണം ഞാനൊക്കെ കഥകൾ കേട്ടിട്ടുണ്ട്. അതായത് നമുക്ക് രൂപത കിട്ടുന്ന കാലത്തൊക്കെ ശരിക്കും കഞ്ഞി കുടിച്ച് കഴിയാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു സമുദായമാണ് നമ്മളുടേത്. പക്ഷേ ഇന്ന് അത് മാറി നമ്മൾക്ക് ആവശ്യമില്ല, എല്ലാം നമുക്കിന്നുണ്ട്. അന്ന് ഈ കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ കാരണവന്മാർക്ക് സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് നമുക്കിന്നത് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് അത് സാധിക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഇതിനകത്ത് ആക്ച്വലി ടൈം സ്പെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നതും. ആ ഒരു ഇത്രയും നല്ലൊരു സമുദായത്തെ അത് ഒരു ചരിത്രമായി കാണാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. കാരണം ഇന്ന് നമ്മൾ എന്തൊക്കെ നമുക്ക് പൊളിറ്റിക്സ് ഉണ്ടെങ്കിലും നമ്മളത് ക്നാനായക്കാരൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ ക്നാനായക്കാർ 1-2 ഉള്ള സ്ഥലത്ത് പോയി നമ്മളൊന്ന് ലാൻഡ് ചെയ്യണം ആദ്യമായിട്ട്. അവിടെ നമുക്ക് ഓടിച്ചെല്ലാൻ ഉണ്ടാകുന്നത് എന്ത് ബന്ധങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഫെലോ ക്നാനായക്കാരാണ്. ആ സ്നേഹം, ആ വീട്ടിൽ നമ്മളൊരു അതിഥിയല്ല, ഒരു അംഗമായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഐഡന്റിറ്റി. എക്സാക്ട്ലി. അതുപോലെ തന്നെ ഒരാൾക്കൂട്ടത്തിൽ എനിക്കറിയാം, നമ്മൾ ഒരു കോളേജിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഒരാൾക്കൂട്ടത്തിൽ ഒരാൾ നട വിളിച്ചാൽ അവിടെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഡൽഹിയിലൊരു കൺവെൻഷൻ, ഒരു ദേശീയ കൺവെൻഷന് ചെന്നപ്പോൾ മലബാറിൽ നിന്നൊക്കെയുള്ള ആളുകൾ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഉള്ളവരുണ്ട്. ഒരു ഓളം വന്നപ്പം ഒരാളൊരു നടനായോ വിളിച്ചപ്പോൾ അവിടെ എവിടെ നിന്നൊക്കെ ആൾ ഓടിക്കൂടി. ആ കൂടെ കൂടുമ്പം തന്നെ അതാണ് നമ്മുടെ ഒരു പശപിടുത്തം ഒന്ന് ശരിപ്പിതാവിൻ്റെ ഭാഷയിൽ. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ 1911 ആ കാലഘട്ടത്തിൽ നമ്മൾ കോട്ടയം ഭാഗത്തു നിന്നും പടമുഖത്തേക്കും മലബാറിലേക്കും ഒക്കെ കുടിയേറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അന്ന് ചിലപ്പോൾ അന്നത്തെ ഈ നമ്മുടെ രൂപത നേടിയെടുത്ത നമ്മുടെ ആത്മായ നേതൃത്വത്തിൻ്റെ മനസ്സിൽ നമ്മുടെ കുടിയേറ്റം എന്ന് പറയുന്നത് മംഗലാപുരം വരെ ആയിരിക്കും എന്നൊക്കെ ആയിരിക്കാം അവരുടെ ചിന്തയിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഡൽഹി, ബോംബെ, പിന്നീട് നമ്മുടെ നേഴ്സിംഗ് കൾച്ചർ വന്നപ്പോഴാണ്
ഇന്ത്യ വിട്ട് പുറത്തേക്കുമൊക്കെ പോയത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള കുടിയേറ്റങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദീർഘവീക്ഷണത്തോടെ അധികാരങ്ങളിലിരുന്ന ആത്മായ നേതൃത്വങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ അവസ്ഥ ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ അധികാരപരിധി എന്നും സീറോ മലബാർ സഭയുടെ അധികാരപരിധിയുമായിട്ട് കൺകറൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ആദ്യം നമുക്ക് രൂപത ഉണ്ടാകുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ചങ്ങനാശ്ശേരി, എറണാകുളം രൂപതകളുടെ കീഴിലുണ്ടായിരുന്ന ജ്ഞാനായ പള്ളികളെയാണ് ചേർത്ത് ഉണ്ടാക്കിയത്. കാരണം അന്ന് അവിടെയും നമുക്ക് അധികാരം, നമ്മളുടെ സീറോ മലബാർ ചർച്ചിന് പോലും അധികാരമുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ 1955 നമുക്കതിന് മുമ്പ് പള്ളികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും 1955 സീറോ മലബാർ സഭയുടെ അധികാര പരിധി വർദ്ധിപ്പിച്ചപ്പോഴാണ് നമുക്കും ഓട്ടോമാറ്റിക്കലി അധികാരം വർദ്ധിച്ചത്. അപ്പം ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് നമ്മളുടെ പിതാക്കന്മാർ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടാവണം. കാരണം സീറോ മലബാർ സഭയുടെ അധികാരങ്ങൾ വ്യാപിക്കുന്നതനുസരിച്ച് കോട്ടയം രൂപതയുടെയും അധികാരങ്ങൾ വ്യാപിക്കും എന്നവർ എന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അതിന് കാരണം ആ ഒരു സെറ്റപ്പിലാണ് നമ്മളുടെ രൂപതകൾ ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിനകത്ത് സംഭവിച്ച രണ്ട് കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, സീറോ മലബാർ സഭയുടെ അതിർത്തി ഇന്നും കേരളത്തിന് പുറത്ത് ഇഷ്ടംപോലെ രൂപതകളുണ്ടെങ്കിലും അവരുടെ അതിർത്തി എന്ന് പറയുന്നത് പുറത്തോട്ട് വ്യാപിച്ചിട്ടില്ല. അതിലേക്ക് ഞാൻ വരുവാ. നമുക്ക് ഏറ്റവും വലിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ അതിർത്തി ഷിക്കാഗോ ആർച്ച് അല്ലെ പുറത്തുള്ള ഈ പറഞ്ഞ അധികാരം അല്ലെങ്കിൽ പരിധി ഇല്ലാത്ത ഇതുപോലുള്ള സീറോ മലബാർ രൂപതകളിലേക്ക് വ്യാപിച്ചാൽ നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം അവിടെ അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ല. അപ്പം അതിന് സംഭവിക്കുന്ന രണ്ട് കാര്യം, അതോടെ നമ്മൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, ഈ അധികാര പരിധിയിലുള്ള റെസ്ട്രിക്ഷൻ മൂലം അതിന് ഒത്തിരി ലാറ്റിൻ ബിഷപ്പുമാരുടെ കുറെ പൊളിറ്റിക്സും ഒക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓപ്പണായിട്ട് പറഞ്ഞേ പറ്റും. അപ്പോൾ അതിനകത്ത് കാരണം കൊണ്ട് അതുകൊണ്ടാണ് സീറോ മലബാർ സഭയുടെ അധികാരം എന്ന് പറയുന്നത്. അത് പലർക്കും നമ്മുടെ സാധാരണ ആൾക്കാർ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. സീറോ മലബാർ സഭയ്ക്ക് ആലഞ്ചേരി പിതാവിനുള്ള പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കുറച്ച് കർണാടകവും കുറച്ച് തമിഴ്നാടും. ബാക്കിയുള്ള സീറോ മലബാർ രൂപതകളെല്ലാം റോമിൻ്റെ നേരിട്ടുള്ള കീഴിൽ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിൽക്കുന്ന, ഷിക്കാഗോയിൽ സെൻറ് തോമസ് സീറോ മലബാർ ഡയസിസ് പോലെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി. അത് ആലഞ്ചേരി പിതാവിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഈ രൂപതകളിലേക്കൊക്കെ എത്തിയാൽ നമ്മളുടെ സാധ്യത വർദ്ധിക്കുന്നുണ്ടോ? സാധ്യത വർദ്ധിക്കും. പക്ഷേ നമുക്ക് ഇന്നുള്ള റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഈ 1986 റെസ്ക്രിപ്റ്റ് തന്നെയാണ്. കാരണം ഈ റെസ്ക്രിപ്റ്റ് ആക്ച്വലി വാസ് ഫണ്ടമെൻ്റലി റോങ് എന്ന് പറയുന്നത് ഒരു സമുദായത്തിന് കേരളത്തിൽ ഇന്ന രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാം, പക്ഷേ അമേരിക്ക വന്നു കഴിയുമ്പോൾ അവർ വേറെ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ദ കമ്മ്യൂണിറ്റി. അപ്പം അതാണ് ഫണ്ടമെൻ്റലി ആ റെസ്ക്രിപ്റ്റിലുള്ള പ്രശ്നം. ആ റെസ്ക്രിപ്റ്റാണ് സത്യത അന്ന് ഷിക്കാഗോയ്ക്ക് മാത്രം കൊടുത്തെങ്കിലും അതിന്ന് സീറോ മലബാർ രൂപത ക്രിയേറ്റ് ചെയ്തപ്പോൾ അത് സീറോ മലബാർ രൂപതയ്ക്ക് ബാധകമാണെന്നും പറഞ്ഞ് 2001 എഴുതിയതായിട്ടും അതിനുശേഷം അത് കോട്ടയം രൂപതയുടെ അധികാരപരിധിക്ക് പുറത്തെല്ലാം അത് ബാധകമാണെന്ന് എഴുതിയതായിട്ടും ഒക്കെ നമ്മൾ അതിന് ശേഷം കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു സെറ്റപ്പാണ് ഇന്ന് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുന്ന നമ്മളുടെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നൊരു പ്രധാന ഘടകം. പക്ഷേ അത് നമ്മുടെ മേളിൽ നിൽക്കുന്ന ഒരു കരിനിഴൽ അത് തന്നെയാണ്. അപ്പോൾ അന്ന് അതുകൊണ്ടാണ് ഈ KCCN അഡ്മിനിസ്ട്രേഷൻ ഞങ്ങളുടെ എക്ലേസിയാസ്റ്റിക്കൽ എൻഹാൻസ്മെൻറ്റ് കമ്മിറ്റിയിൽ റിൻലി മൂലക്കാട്ടിൻ്റെ നേതൃത്വത്തിൽ വി ആക്ച്വലി ഡ്രാഫ്റ്റഡ് എ വെരി ഗുഡ് പെറ്റീഷൻ. നമ്മൾ ഇന്ന് വരെ ഡ്രാഫ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ളൊരു പെറ്റീഷൻ ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നും എൻ്റെ പ്രതീക്ഷ അത് നമുക്ക് പ്രോപ്പർലി സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, അതായത് ആ പെറ്റീഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കാനലോ എക്സ്പേർട്സ് മാത്രമല്ല, നമ്മളുടെ രൂപതയ്ക്ക് പുറത്തുള്ള നമ്മുടെ സീറോ മലബാർ ചർച്ചിന് പുറത്തുള്ള മറ്റ് ഈസ്റ്റേൺ ചർച്ചിലെ കാനലോ എക്സ്പേർട്സ് പോലും റിവ്യൂ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പെറ്റീഷനാണ്. അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ട്. ഫൈനലായി അത് നമ്മൾ പ്രോപ്പർലി സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ആ പ്രോപ്പർ എന്നുള്ള ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. അതിപ്പോൾ ഞങ്ങളുടെ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ പോലും അത് ആര് സബ്മിറ്റ് ചെയ്യുന്നതിനേക്കാളും അത് പ്രോപ്പർലി സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ഈ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അടുത്ത അഡ്മിനിസ്ട്രേഷനിൽ അത് ഡെഫിനറ്റ്ലി ചെയ്തിരിക്കും. KCCN അഡ്മിനിസ്ട്രേഷൻ ഈ പറഞ്ഞ 86 മുതലുള്ള ഈ തടസ്സം നീക്കാനായി കാലാകാലങ്ങളിലുള്ള KCCN അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തിച്ചിരുന്നു എന്ന് താങ്കൾക്ക് ധൈര്യപൂർവ്വം പറയാമോ? കാലാകാലങ്ങൾ കടന്നു വന്ന ഇല്ല പറയാൻ പറ്റില്ല. അതിന് കാരണമുണ്ട്. നമ്മൾ ആക്ച്വലി എന്നും നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ നമ്മളുടെ ബിഷപ്പുമാരുണ്ട്, നമ്മളെന്നും വിചാരിച്ചുകൊണ്ടിരുന്നത് ദേ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. അവർ ട്രൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പുതുശ്ശേരി പിതാവിൻ്റെ സമയത്തൊക്കെ ധാരാളം ഇതിൻ്റെ പേരിൽ എഴുത്തുകൾ ആക്ച്വലി റോമിൽ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും മിസ് ചെയ്തത് നമ്മളുടെ ഗ്രാനായ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ സ്ട്രെങ്താണ്. ആ സ്ട്രെങ്തിനെ നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടില്ല. കാരണം നമ്മൾ വിചാരിച്ചിരിക്കുന്ന എപ്പോഴും നമ്മുടെ ബിഷപ്പുമാരും അച്ഛന്മാരും ടേക്ക് കെയർ ചെയ്യും. പക്ഷേ ചില കാര്യങ്ങളിൽ ചില സാഹചര്യത്തിൽ
നമ്മൾ ലേ പീപ്പിൾ, നമ്മൾ സാധാരണ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ ആ ഒരു സ്ട്രെങ്ത് പലപ്പോഴും ആവശ്യമാണ്. പക്ഷെ അത് നമ്മളിനി ആക്ച്വലി റിയലൈസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. കാരണം ആ സാധനം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുറച്ച് കാന എന്ന് പറയുന്ന ആ സംഘടനയിലെ ആൾക്കാരെ വിചാരിച്ചിട്ട് അവരെ കൊണ്ട് എന്തെല്ലാം സാധിച്ചു. ആ സാധനം നമ്മളെപ്പോഴും നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇനി ആ റെസ്ട്രിക്ഷൻസ് മാറണം. നമ്മൾ ആക്ച്വലി ഇപ്പം നമ്മുടെ എക്ലേസിയാസ്റ്റിക്കൽ സ്ട്രക്ചറും നമ്മൾ സാധാരണ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒരുമിച്ച് നിന്നെങ്കിൽ എന്നാലേ ഈ കമ്മ്യൂണിറ്റിയെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി കളയാൻ വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് വെരി ഈസി ആക്ച്വലി. ഇപ്പോൾ 1700 കൊല്ലത്തെ ട്രഡീഷൻസ് കളയാൻ ഒരു ദിവസം മതി. പക്ഷേ ആ സ്ഥാനത്ത് ഇനി ഒരെണ്ണം ഉണ്ടാകണമെങ്കിൽ ഇനി 1700 കൊല്ലം കഴിയും. അത് ഉണ്ടാകണം നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാഷനാണ് എന്നെ ഇതിനകത്ത് ആക്ച്വലി ഞങ്ങളെല്ലാവരും ഇതിനകത്ത് മുമ്പോട്ട് വായിക്കുന്നത്. ഇത്രയും വളരെ തീക്ഷ്ണതയോടെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതിനിടയിൽ ഒരു ഇതുള്ളത് നമുക്കറിയാം. ഇടയിൽ എവിടെയോ കടന്നുകൂടിയ ഒരു സംഭവമാണ് മൂലക്കാട്ട് ഫോർമുല. ഈ മൂലക്കാട്ട് ഫോർമുല ചില വ്യക്തികൾ പറയും മൂലക്കാട്ട് ഫോർമുല എങ്കിലും കിട്ടിയാൽ അമേരിക്കയിലുള്ളവർക്ക് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഈ ടെറിട്ടറിക്ക് പുറത്തുള്ളവർക്ക് ഒരു ആശ്വാസമാകും. നമ്മളങ്ങനെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണോ? അങ്ങനെ നമ്മളൊരു കോംപ്രമൈസിന് തയ്യാറാകേണ്ടതുണ്ടോ? ഇത് നമ്മുടെ ഒരു എൻഡോഗമി എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. അത് നമ്മുടെ ഒരു അവയവമാണ്. ഈ അവയവത്തെ നഷ്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ? അതായത് എന്തെങ്കിലും ഒരു ഫോർമുലയുടെ പേരിൽ അങ്ങനെയുള്ള ഒരു എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മളങ്ങനെ വളഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കോംപ്രമൈസിന് തയ്യാറാകേണ്ടതുണ്ടോ? അതായത് ഇതിനകത്ത് അവിടെയും രണ്ട് ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, ഈ മൂലക്കാട്ട് ഫോർമുല എന്ന് പറയുന്ന ആ ഒരു സൊല്യൂഷൻ നമ്മൾ പള്ളികളിലേക്കാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തത്. പക്ഷേ ആ സ്ഥാനത്ത് അസോസിയേഷനിൽ അത് പറ്റില്ല എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ശ്രമിച്ചത്. അപ്പം അത് കമ്മ്യൂണിറ്റിയിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നില്ല. പക്ഷേ പള്ളികളുടെ പ്രത്യേക ഈ റിസ്ക്രിപ്റ്റ് നിലനിൽക്കുന്നത് കൊണ്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ആ നടത്തിപ്പിനുള്ള എക്സാക്ട്ലി അത് അതിനൊരു സൊല്യൂഷനായിട്ടാണ് ആക്ച്വലി ആ പ്രപ്പോസൽ ഉണ്ടായത്. പക്ഷേ ആ പ്രപ്പോസലിന് വന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ആ പ്രപ്പോസൽ ആക്ച്വലി നടപ്പിലാക്കണമെങ്കിൽ ഈ റിസ്ക്രിപ്റ്റ് ഇറക്കിയ റോമിൽ നിന്ന് തന്നെ തിരിച്ചൊരു ഡയറക്റ്റീവ് വരാതെ ഒരിക്കലും അങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് നടപ്പാക്കാൻ സാധിക്കില്ല. ഒന്ന്. രണ്ട്, അത് ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചുള്ള രാജ്യത്ത് ലീഗലി നടപ്പാക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ റേസ് ചെയ്തത്. കാരണം ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ ദിസ് കുഡ് ബി എ സൊല്യൂഷൻ ദാറ്റ് വി ക്യാൻ ഡിസ്കസ് വിത്ത് അവർ പീപ്പിൾ. അതായത് നമ്മുടെ പള്ളികൾ നടന്നു പോകാൻ. ഈ ഫോർമുല നമുക്ക് മൂലക്കാട്ട് ഫോർമുല എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഫോർമുല പ്രകാരം നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായാൽ പിറ്റേ ദിവസം ഇവിടെ ഒരു കോടതിയിൽ ഇവിടുത്തെ അമേരിക്കൻ ലീഗൽ വേയിൽ ഒരു സ്യൂട്ട് അല്ലെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നമുക്ക് പരാജയമായിരിക്കും. അപ്പോൾ ആ പരാജയത്തിലൂടെ നമുക്ക് അത് കോടതി വിധിയെ മാനിച്ചേ പറ്റൂ എന്ന രീതിയിൽ നമ്മൾ വീണ്ടും ഒരു പടി കൂടി പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് എത്തിക്കുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ. അതൊന്ന് ഞാൻ പറഞ്ഞാൽ അതൊന്ന്. രണ്ടാമത്, ഇതിലും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് നാട്ടിലാണ്. കാരണം നമ്മൾ നാട്ടിലൊരാൾ ഈ സിമിലർ സിറ്റുവേഷനിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന നാട് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അല്ല, അവർ അമേരിക്കയിലെ ഒരു സിസ്റ്റം എടുത്തിട്ട് തീർച്ചയായിട്ടും അവർ പറയും അമേരിക്കയിലെ ജ്ഞാനായ പള്ളികൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് അവർ ഓൾറെഡി ദേ ഹാവ് ആക്ച്വലി അഗ്രീഡ് ടു ദിസ്. പിന്നെ എന്തുകൊണ്ട് നാട്ടിൽ സാധിക്കുന്നില്ല? അത് എക്സാക്ട്ലി. അപ്പോൾ അതൊന്നും നമ്മൾ KCC തന്നെ ഇത് പറയുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആൾക്കാരെങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഞാൻ എന്നും പറയാറുള്ളൊരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പം അടുത്ത 10 കൊല്ലത്തേക്ക് അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് അറിഞ്ഞ് നമ്മൾ ചെയ്യുന്നതാണ് ബുദ്ധി. കാരണം എസ്പെഷ്യലി നമ്മളെപ്പോലെ ഒരു സമുദായത്തിന് നിലനിൽക്കണമെങ്കിൽ ആ ദീർഘവീക്ഷണമില്ലാതെ ഒരിക്കലും സാധിക്കില്ല. കാരണം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് 1889 മാക്കി പിതാവ് കോട്ടയം രൂപത എന്ന് പറയുന്ന കാനായക്കാരുടെ സ്വന്തമായ ഒരു സഭാ സംവിധാനം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ആ ഡ്രീം ചെയ്തില്ലായിരുന്നെങ്കിൽ 1911 രൂപത ഉണ്ടാവില്ല. അതായത് 22 കൊല്ലം എടുത്തെങ്കിലും ആ 22 കൊല്ലത്തെ പരിശ്രമത്തിൻ്റെ പുറകിൽ ഒരു ഡ്രീമുണ്ട്. ആ ഡ്രീമാണ് പലപ്പോഴും നമുക്കിന്ന് മിസ്സായി പോകുന്നത്. നമ്മളെപ്പോഴും ഈ അമേരിക്കയിലൊക്കെ കോർപ്പറേറ്റ് വേൾഡ് അതിലൂടെ നമ്മൾ ചെതറി പല സ്ഥലങ്ങളിൽ പലരുടെ കൂടെ മിക്സായി നിന്നിരുന്ന ആളുകളെ പെട്ടെന്ന് ഈ ജൂഷുകാരുടെ നമ്മുടെ ജൂയിഷ് രക്തമായിരിക്കാം ഇസ്രായേൽക്കാർ തിരിച്ചെത്തി എന്ന് പറയുന്ന പോലെ ആ ഒരു തലത്തിലേക്കാണ് നമ്മൾ 11 എല്ലാവരും ഒരു കുടക്കീഴിൽ അണിനിരന്നാനുള്ളൊരു അവസരം ഉണ്ടായത്. അങ്ങനെ ഒരു അവസരം ലോകം മുഴുവൻ ഉണ്ടാകണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ബലമായ ഒരു പ്രതീക്ഷ, അതായത് അതിന് സാധിക്കും. ഞാൻ ആക്ച്വലി പലപ്പോഴും കോട്ടയത്തെ ബിഷപ്പുമാരോട് പറയാറുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്, അതായത് അവർ 2 തൊപ്പി തലയിൽ വെക്കുന്നവരാണ്. ഒന്ന്
കോട്ടയം രൂപത എന്ന് പറയുന്ന കോട്ടയം അതിരൂപത എന്ന് പറയുന്ന ഒരു സീറോ മലബാർ സ്ട്രക്ചറിന് കീഴിലുള്ള ഒരു അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും ആയിരിക്കുന്നത് പോലെ തന്നെ അവർ ഒരു കമ്മ്യൂണിറ്റിയുടെ സ്പിരിച്വൽ ഹെഡ്സ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് രണ്ടും രണ്ട് ഹാറ്റാണ്. നമ്മുടെ ഈ ഗോത്രത്തിൻ്റെ തലവന്മാരാണ്. അത് നമ്മൾ എന്തും പറയാം, പക്ഷേ ഞാനതിനെ കാണുന്ന ഒരു സ്പിരിച്വൽ ഹെഡ് ഓഫ് എ കമ്മ്യൂണിറ്റി. ആ സ്പിരിച്വൽ ഹെഡ് ഓഫ് എ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് റോൾ. അത് രണ്ടും ചില സമയത്ത് അതിനകത്ത് ചില കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻസ് ഉണ്ടാവാം. പക്ഷേ ആ ഉണ്ടാകുമ്പോൾ അത് മന്യൂവർ ചെയ്യുക എന്നുള്ളതാണ് ആ പൊസിഷനിലിരിക്കുന്ന ഒരു ബിഷപ്പിൻ്റെ ആർച്ച് ബിഷപ്പിൻ്റെയോ ആക്ച്വലി ചെയ്യേണ്ട ഏറ്റവും വലിയ ദൗത്യം. കാരണം ഇത് രണ്ടും പോകുന്നില്ല. ഇന്ന് എനിക്കിപ്പോൾ ഒരിക്കലും ഇപ്പോൾ കോട്ടയം രൂപതയുടെ ആർച്ച് ബിഷപ്പിന് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ സീറോ മലബാർ സഭയിലെ ഒരു ബിഷപ്പാണ്, അതുകൊണ്ട് ഞാൻ അത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ കമ്മ്യൂണിറ്റി കാണുന്ന ഒരു സ്പിരിച്വൽ ഹെഡാണ്. ആ റോളും ഇതും പ്രോപ്പർലി ബാലൻസ് ചെയ്യുന്നതിലാണ് ആ ഒരു കോട്ടയം രൂപതയുടെ അതാരായിക്കോട്ടെ, ഇന്ന് മുലക്കാട്ട് പിതാവാണ്, നാളെ വേറൊരു പിതാവായിരിക്കാം, ഏത് പിതാവ് വന്നാലും ആ സ്പിരിച്വൽ ഹെഡ് എന്നുള്ള റോളും ആ ഡയസിസിൻ്റെ ഹെഡ് എന്നുള്ള റോളും ബാലൻസ് ചെയ്തേ പറ്റൂ. എങ്കിലേ ഈ സമുദായത്തിന് മുമ്പോട്ട് നിൽക്കാൻ പറ്റൂ. കാരണം ഇന്ന് ഈ സമുദായത്തിനുള്ള ഈ കമ്മ്യൂണിറ്റി സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്ന ഏക സഭാ ഘടകം എന്ന് പറയുന്നത് കോട്ടയം രൂപതയും അതിനോടനുബന്ധിച്ചുള്ള ഇടവകകളുമാണ്. അപ്പോൾ ആ സിസ്റ്റത്തിലുള്ള ആ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് പോയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആക്ച്വലി KCN മുമ്പേ പറഞ്ഞതിലേക്ക് തിരിച്ചു വരികയാണ്. KCN സംബന്ധിച്ചിടത്തോളം KCN ഇന്ന് ട്രൂലി ബിലീവ് ചെയ്യുന്നുണ്ട്. KCN ഞാൻ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിറ്റിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. വി ട്രൂലി ബിലീവ് അത് ആക്ച്വലി അമേരിക്കയിൽ കമ്മ്യൂണിറ്റി വാസ് ടേക്കൺ ഫോർ എ റൈഡ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം ട്രൂത്ത് പല കാര്യത്തിലും പല സമയത്തും ഹൈഡ് ചെയ്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ്ലി റിവീൽ ചെയ്തിട്ടില്ല. ദാറ്റ്സ് വൈ വി ആർ ആക്ച്വലി ഗോയിങ് ടു കോർട്ട്. അതിൻ്റെ ലീഗൽ ഡീറ്റെയിൽസ് ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ, കാരണം ഇറ്റ്സ് എ ലീഗൽ മാറ്റർ. പക്ഷേ ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു കോർട്ട്. ഈ കമ്മ്യൂണിറ്റി ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ലീഗലി ഞങ്ങളുടെ ഡിസ്കഷനിൽ നിന്ന് മനസ്സിലാകുന്നത് വി ഹാവ് എൻ എക്സ്ട്രീംലി ഗുഡ് കേസ് ഇൻ അവർ ഹാൻഡ്. അപ്പോൾ അത് വി ഡെഫിനറ്റ്ലി ഗോ ഫോർവേഡ്. ഞങ്ങളുടെ ഒരു വിചാരം ഈ കമ്മ്യൂണിറ്റിയുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഈ കമ്മ്യൂണിറ്റിയുടെ ഐഡൻറ്റിറ്റി ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രഡീഷൻസ് ആണ്. കാരണം നമുക്ക് ആർക്കും 1700 കൊല്ലം മുമ്പ് പോയി എങ്ങനെയായിരുന്നു നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ നമ്മൾ ഫോളോ ചെയ്യുന്ന ട്രഡീഷനുണ്ട്. ആ ട്രഡീഷൻ ഈസ് മോർ ദാൻ 100 years old. തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ ഈ ട്രഡീഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറയാം. നമ്മളാരും ശ്രദ്ധിക്കാത്ത ഒരു ട്രഡീഷൻ ഞാൻ പറയാം. നമുക്കറിയാം ജൂയിഷുകാരുടെ ഒരു ഇതായിരുന്നു ഈ പെസഹ എന്ന് പറയുന്നത്. ഇന്നും പുളിപ്പില്ലാത്ത അപ്പം എന്നാണ് ബൈബിളിൽ പറയുന്നത്. പുളിപ്പില്ലാത്ത അപ്പമാണ് പെസഹായിൽ. ഇന്നും നമ്മുടെ അമ്മച്ചിമാർ, നമ്മുടെ കാരണവന്മാർ പെസഹായ്ക്ക് ഭക്ഷിക്കുന്ന അപ്പത്തിന് നമ്മൾ ഈസ്റ്റ് ഇട്ട് ആ അപ്പം, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ അപ്പം കലക്കി വെച്ചിട്ട് അത് പൊങ്ങിയിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്. ഇന്നും പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കുന്ന ഏക കമ്മ്യൂണിറ്റി നമ്മളാണ്. ഈസ്റ്റ് ഉപയോഗിക്കാതെ പെസഹായ്ക്ക് അപ്പം ഉണ്ടാക്കും. അപ്പോൾ അതൊന്നും ആരും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതൊക്കെ ഒരു കൊച്ചു കാര്യങ്ങളാണ്. അതാണ് ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടേതായ യുണീക്നെസ് ഉണ്ട്. അതായത് ആ യുണീക്നെസ് കീപ്പ് ചെയ്യാനും ആ യുണീക്നെസ് കണ്ടിന്യൂ ചെയ്യാനും ആ കമ്മ്യൂണിറ്റിക്ക് റൈറ്റ് ഉണ്ട്. ആ റൈറ്റിന് നമ്മൾ ഫൈറ്റ് ചെയ്തേ പറ്റൂ. So we are going to do that. We will actually confirm it more tomorrow. പക്ഷേ so far there is a tremendous support. അത് പള്ളിയെന്നോ അസോസിയേഷൻ ഒന്നുമില്ല. എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും അങ്ങനെ ഒരു ആക്ഷൻ എടുക്കണം എന്ന് സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നവരാണ്. ഞങ്ങളതിൽ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് ടു ഡു ഇറ്റ്. അതുകൊണ്ട് നമ്മൾ ഒരു ആഫ്റ്റർ തോട്ട് എന്നുള്ള നിലയ്ക്കല്ല, നമ്മൾ ആക്ച്വലി വി ആർ ഹയറിങ് എൻ എക്സ്ട്രീംലി ഗുഡ് ലോ ഫേം. അതായത് നമ്മൾ ചുമ്മാ ഒരു ഓഫീസിലിരിക്കുന്ന എന്തെങ്കിലും ഒന്ന് കാണിച്ചു വെക്കണം എന്നതിനേക്കാൾ ഉപരി കാരണം ആരും ചോദിക്കാൻ ഇനി പാടില്ല. അല്ല, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും. ആ സൊല്യൂഷൻ ഉണ്ടാകുന്നതിലൂടെ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് ഇന്ന് നോൺ എൻഡോഗമസ് ആയിട്ട് നിൽക്കുന്ന സഭാ സംവിധാനങ്ങൾ നമ്മൾ എൻഡോഗമസ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട് എക്സാക്ട്ലി ദ ഗോൾ ഈസ്. നമ്മളാരും ഇന്നലെയും ഞാൻ പറഞ്ഞു, അതായത് KCCNയോ അസോസിയേഷനും ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇവിടെ 98 അല്ല 100% കാനായക്കാരും സ്വീകാര്യമാകുന്ന ഒരു ലക്ഷ്യമാണ്. അതിനുവേണ്ടി ആരും എന്ത് വില കൊടുത്തും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനും അത് പ്രതീക്ഷിക്കുന്നു. കാരണം അത് നമ്മളുടെ അവകാശം തന്നെയാണ്. അത് അവകാശമാണ്. അതായത് എവറി കമ്മ്യൂണിറ്റി ഹാസ് എ റൈറ്റ് ടു എക്സിസ്റ്റ് വിതൗട്ട് സാക്രിഫൈസിങ് ഇറ്റ്സ് ഫണ്ടമെൻ്റൽ ഗോൾസ്. ആ റൈറ്റ് ഓഫ് എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. വി ആർ നോട്ട് ഫൈറ്റിംഗ് എഫ് എനിബഡി എൽസ്. അതുകൊണ്ട് എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ, വി നെവർ force anybody to marry outside. People choose their spouse the way they like, but it is unfortunately there is a tradition in this community to be a part of the community. അത് ആർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് നാളെ എനിക്കോ നിങ്ങൾക്കോ ആർക്കും റീഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് കോംപ്രമൈസ് ചെയ്ത് നമ്മളില്ല. അപ്പോൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളിൽ നമ്മൾ ഒന്നായി നിന്നുകൊണ്ട്
നമുക്ക് ആക്ച്വലി ചെയ്യാവുന്ന ഒരു സിംഗിൾ ഡയറക്ഷനിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുക. എല്ലാ സ്ഥലത്തു നിന്നും പലരും ഓരോ ഡയറക്ഷനിലേക്ക് കയറ് പിടിച്ച് വലിച്ചാൽ നമ്മൾ എങ്ങും എത്തില്ല. ഇത് ഇത്രയും നാൾ നടന്നത് അതാണ്. ഒരു വടത്തിൽ എല്ലാവരും പിടിക്കും. അപ്പം ഒരു വടത്തിലും ഒരു ഡയറക്ഷനിലും പിടിക്കുക, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പം ആ ഒരു സാഹചര്യം മനസ്സിലാക്കുക. കാരണം ഇത്രയും നാൾ നമ്മൾ ഈ കഴിഞ്ഞ 5-6 വർഷങ്ങളിൽ സംഭവിച്ചത്, ഒരു കൂട്ടർ ഒരു സൈഡിൽ വലിക്കുന്നു, വേറൊരു സൈഡിൽ വേറെ സൈഡിലേക്ക് വലിക്കുന്നു. അറ്റ് ദി എൻഡ് ഇതിൽ നിന്ന് ഒരു 6 കൊല്ലത്തിനകം നമുക്ക് മനസ്സിലായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇല്ലാതാകുന്ന സിറ്റുവേഷനിലേക്ക് ചെന്നു. വടമെങ്ങും ചെന്നില്ലെന്ന് വടം ചെന്നില്ലെന്ന് മാത്രമല്ല, ആ തുടങ്ങിയിടത്ത് നിന്ന് നമ്മൾ ഒത്തിരി പുറകോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിക്കൊണ്ട് നമ്മൾ ഒരു സൈഡിൽ വടത്തിൽ പിടിച്ച് നമുക്ക് വലിക്കാൻ ശ്രമിക്കാം. ആ വലിക്കുന്നതിലാണ് നമ്മുടെ സക്സസ്. അതിനകത്ത് ഒരു ഷിയൻ സാഹശാല എന്ന് പറയുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു മുത്തോളത്തെ അച്ഛനോ ഒന്നും മെറ്റീരിയൽ അല്ല. ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. ദിസ് കമ്മ്യൂണിറ്റി ഈസ് ബിഗർ ദാൻ എവറി വൺ ഓഫ് us. അപ്പോൾ അതിലാണ് ഈ കമ്മ്യൂണിറ്റി ഒന്നിച്ച് വരേണ്ടത്. ഒന്നിച്ച് വരുമെന്നെനിക്കൊരു പ്രതീക്ഷയുണ്ട്. അത് സോ ഫാർ വി ആർ ഗെറ്റിംഗ് വെരി ഗുഡ് പ്രോഗ്രസ്. രണ്ടുപേരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഈ കമ്മ്യൂണിക്കേഷനുകൾ അല്ലെങ്കിൽ വിവാദങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ നമ്മുടെ അൾട്ടിമേറ്റ് പ്രശ്നങ്ങളെ മറന്ന് ചിലപ്പോൾ ഷീൻ സാഹശാല അല്ലെങ്കിൽ മുത്തോളത്തച്ഛൻ എന്ന കഥാപാത്രങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന പലരുമുണ്ട്. പക്ഷേ ഇന്ന് കഴിഞ്ഞ ഈ ഒരു മാസത്തിനുള്ളിൽ അതിനൊത്തിരി ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും അത് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നും, അതായത് നിങ്ങൾ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക്, രണ്ടു കൂട്ടർക്ക്, അതായത് ഇപ്പം മുത്തോളത്തച്ഛനായാലും KCNA പ്രസിഡന്റ് ആയാലും നിങ്ങൾ കൊടുക്കേണ്ട ഒരു മെസ്സേജ് വ്യക്തികളല്ല. ഈ വ്യക്തികൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നല്ലതിനും ചെല്ലുമായ കാര്യങ്ങൾക്ക് വ്യക്തികൾ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ കാരണബോധരായേക്കാം. പക്ഷേ നമ്മളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം യഥാർത്ഥത്തിൽ നമ്മുടെ പൈതൃകത്തെ ആരും ഒരു പോറലും ഏൽപ്പിക്കാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാനും പരിപാലിക്കാനുമുള്ള ഒരു അവകാശം, അതിനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലെല്ലാവരും ഒന്നിച്ച് അണിചേരുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞാൽ ആളുകളുടെ മുഖത്ത് അല്ലെങ്കിൽ അവിടെ ചെളി നിൽക്കും എന്നല്ലാതെ നമുക്ക് റിസൾട്ട് ഇല്ല. അതുപോലെ തന്നെ പക്ഷേ അതിലേക്ക് വരാൻ സാധിക്കും. എപ്പോഴാണ് വരാൻ സാധിക്കുമെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ജീവിതത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി തെറ്റുകളുടെയും ശരികളുടെയും ഒരു സമന്വയമാണ്. അതായത് ഞാൻ തെറ്റ് ചെയ്യാറുണ്ട്, ഞാൻ ശരി ചെയ്യാറുണ്ട്. അത് മനുഷ്യന് മറവി കൊടുത്തിരിക്കും. എക്സാക്ട്ലി. പക്ഷേ ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് തിരുത്താനുള്ളൊരു മനോഭാവമാണ് അത് ആരായാലും ഉണ്ടെങ്കിൽ അതിന് ഒത്തിരി വ്യത്യാസം വരും. പലപ്പോഴും നമ്മൾ തെറ്റിൽ നിന്ന് കൂടുതൽ തെറ്റുകളിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഞാനെന്നും വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഞങ്ങളെ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വേൾഡ് അല്ല നമ്മൾ ജീവിക്കുന്നത്. ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ എല്ലാവരും തെറ്റുകൾ ചെയ്യും. പക്ഷേ ആ തെറ്റുകൾ ഞാൻ ചെയ്തു എന്ന് സ്വന്തം മറ്റുള്ളവരുടെ മുമ്പിൽ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്വന്തം മനസ്സിലാക്കി അത് തിരുത്തി അത് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ കൂടുതലും നമ്മൾ ഒരു ഫൊർഗീവ്നെസ്സിൻ്റെയും അല്ലെങ്കിൽ ഒരു ക്ഷമിക്കുന്നതിൻ്റെ, മലയാളത്തിൽ പറഞ്ഞ ക്ഷമിക്കുന്നതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ ഞാൻ വില്ലിങ് ആണെങ്കിലേ ഉള്ളൂ. മറ്റുള്ളവർ കാണുമ്പോൾ ഓക്കെ ഷെയ്ൻസ് തെറ്റ് ചെയ്തെങ്കിലും സാരമില്ല, നൗ ഹി ഹാസ് ചേഞ്ച്ഡ്. അപ്പോൾ ആ തെറ്റ് തിരുത്താനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം. അതിന് ആരും, ഈവൻ നമുക്കറിയാം മാർപ്പാപ്പാമാരെ പോലും ക്ഷമ ചോദിക്കുന്നൊരു കാലമാണിത്. കാരണം അതല്ലേ നടക്കുമുള്ളൂ. കാരണം സ്നേഹവും ക്ഷമയും സഹനവും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അപ്പം ആ പണ്ടത്തെ ഞാൻ ഓർഡർ ചെയ്യുന്നു നിങ്ങൾ അനുസരിക്കുക, ആ ഒരു ലോകമൊക്കെ മാറിപ്പോയി. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറാനും അതിലേക്കുള്ളൊരു വളർച്ച, ഇതിനകത്ത് ഞാൻ എന്നും പറയുന്നൊരു കാര്യമുണ്ട്, വൈദികർ അവരുടേതായ ഒരു പ്രൊഫഷൻ അവർ ചൂസ് ചെയ്ത് അവർ ആക്ച്വലി ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നു. അപ്പോൾ ആ സേവനം എന്ന് പറയുന്ന വാക്കിന് ഒത്തിരി മീനിങ് ഉണ്ട്. അതാണ് സേവനം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സർവീസ് ടു ദ പീപ്പിൾ ആൻഡ് വി ആർ ആക്ച്വലി നോ പ്രീസ്റ്റ് ഈസ് ഓർഡൈൻഡ് ടു റൂൾ ദ പീപ്പിൾ. മനസ്സിലായി? അപ്പം അതൊക്കെയാണ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. സെയിം ടൈം ഞാൻ എപ്പോഴും പറയും, KCNA പ്രസിഡന്റ് ആകുമ്പോൾ ഇറ്റ് ഈസ് എ പ്രിവിലേജ്. അതായത് എൻ്റെ ഒരു അവകാശമൊന്നും അല്ല, ഇവിടുത്തെ കമ്മ്യൂണിറ്റി എനിക്ക് തന്ന ഒരു പ്രിവിലേജാണ്. ആ പ്രിവിലേജ് ഞാൻ പ്രോപ്പർലി ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴേ എനിക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ പ്രസിഡൻസി കഴിയുമ്പോൾ ഐ എം സോ താങ്ക് ദാറ്റ് ഗൈ ഈസ് ഗോൺ എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും തിരിച്ച് ചിന്തിക്കുന്നവരേക്കാൾ കൂടുതൽ. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുന്നത് എൻ്റെ പ്രവർത്തനത്തിൽ കൂടിയാണ്. അപ്പം അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചൊക്കെ ഷിയൻസ് ഡിഡ് എ ഗുഡ് ജോബ് എന്ന് പറയുന്നതിലേ ഉള്ളൂ എനിക്ക് പേഴ്സണലി എന്തെങ്കിലും നേട്ടം ഇതിനകത്തുനിന്നുള്ളൂ. അല്ലാതെ എന്താ നേട്ടമുള്ളത്? നമ്മൾ 2 കൊല്ലം എന്തുമാത്രം സമയം ഇതിനു വേണ്ടി കളയുന്നു. പക്ഷേ അത് എൻഡ് ഓഫ് ദി ഡേ ഹി ഹാസ് ഡൺ എ ഗുഡ് ജോബ് എന്ന് ആൾക്കാർ പറയാൻ സാധിപ്പിച്ചാൽ ഭാഗ്യം. അതാണ് എൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും താങ്ക് ഗോഡ് ദിസ് ഗൈ ഈസ് ഗോൺ എന്ന് പറയുന്നൊരു സിറ്റുവേഷനാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഫെയിൽഡായി. അപ്പോൾ അവിടെയൊക്കെയാണ് പലപ്പോഴും നമ്മളെ തന്നെ ഒന്ന് റീതിങ്ക് ചെയ്യാനും ഒന്ന് റീകാലിബ്രേറ്റ് ചെയ്യാൻ, ഞങ്ങളുടെ കമ്പനി ഞങ്ങൾ പറയും വി ഹാവ് ടു റീകാലിബ്രേറ്റ് അവർ സെൽസ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്.
അങ്ങനെയുള്ള ഇതിലൂടെ ഇങ്ങനെയുള്ള അൺനെസസറി ക്രിറ്റിസിസംസ് ഒക്കെ മാറുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എന്നും ആൾക്കാരെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. കാരണം നന്മ വരുമ്പോൾ ആ നന്മയെ കണ്ടില്ലെന്ന് നടിക്കാനും ആർക്കും ഒക്കത്തില്ല, അല്ലേ? അപ്പോൾ നന്മ കൂടുതൽ വരിക എന്നുള്ളതാണ്. ആ നന്മയിലൂടെ മറ്റെന്ത് കുറവുകളുണ്ടെങ്കിലും അത് ഇല്ലാതാക്കുക. ഞാനത് വേറെ ഉത്സാഹങ്ങളോട് പറയാം. ഞങ്ങളുടെ കമ്പനിയിലെ ഞങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ പറ്റി ഞങ്ങൾ എപ്പോഴും പറയും. കാരണം ആൾക്കാർക്ക് സ്ട്രെങ്ത് ഉണ്ട്, വീക്ക്നെസ് ഉണ്ട് നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ. അപ്പം ആസ് എ മാനേജർ വാട്ട് ഐ ഷുഡ് ഡു എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഐ ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ വെയർ ദേ they can actually freely show their strength എന്ന് പറയുമ്പോൾ ആ വീക്ക്നെസ് ആക്കി മാറിപ്പോകും. ആ സ്ട്രെങ്ത് ക്രിയേറ്റ് ചെയ്യാൻ സമുദായത്തിന് മുമ്പിൽ ഇന്നുള്ളവരും നാളെ വരാനിരിക്കുന്നവരും ആ ഒരു നല്ല സൈഡിലെ സമുദായത്തെ വളർത്തിക്കൊണ്ട് വരാനുള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യും തന്നെയാണ് പ്രതീക്ഷ. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ കമ്മ്യൂണിറ്റിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരുമയാണ്. ആ ഒരുമയെ തകർക്കുന്ന യാതൊരു കാര്യങ്ങളും അത് ഇലക്ഷൻ ആയിക്കോട്ടെ, കൺവെൻഷനുകൾക്കുള്ള ബിഡിങ് ആയിക്കോട്ടെ, ഏത് എടുത്താലും നമ്മളൊരു പൊളിറ്റിക്കൽ പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളോ ഒന്നുമല്ല, ഒരു സമുദായമാണ്. ആ സമുദായത്തെ ഒന്നിപ്പിച്ച് നിർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്യാവൂ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. കാരണം ആ ഒരുമയെന്ന് പറയുന്നത് ഒരു വ്യക്തിയേക്കാൾ വലുതായിരിക്കണം. അപ്പോൾ അതാണ് ഞാൻ ആക്ച്വലി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കഴിഞ്ഞ 10 കൊല്ലത്തെ സർവീസിൽ നിന്നും ഞാൻ കമ്മ്യൂണിറ്റിക്ക് തരാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും വലിയ മെസ്സേജ് അതാണ്. അതായത് ബിയോണ്ട് എവറിത്തിങ് ഫോക്കസ് ഓൺ ദ യൂണിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി. ഞാൻ ചില ഇതൊക്കെ നമ്മൾ വളരെ സന്തോഷം കാണുന്നുണ്ട്. കാരണം ഹ്യൂസ്റ്റണിലൊക്കെ കഴിഞ്ഞ കൊല്ലം 2 കരോളായിട്ട് ആൾക്കാർ പോയെങ്കിൽ ഇന്നത് ഒന്നായി. കാരണം അതാണ് സമുദായത്തിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥ ഒരു സ്പിരിറ്റിലേക്ക് എത്തുകയും ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ 2 പിള്ളേരെ 2 പേരൻസ് വളരെ ഫ്രണ്ട്സാണ്, ചെറുപ്പം തൊട്ട് ഒരുമിച്ച് കളിച്ച് വളർന്ന പിള്ളേരെ ഒരു ക്രിസ്മസ് വരുമ്പോൾ പറയാം ഞങ്ങൾ ഇവരുടെ കൂടത്തിൽ കരോളിന് പോകുന്നു, ഞങ്ങൾ മറ്റുള്ളവരുടെ കൂടത്തിൽ കരോളിന് പോകുന്നു. ഇതൊക്കെയാണ് സത്യത്തിൽ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വി ഫെയിൽ അവർ സെൽഫ് ആസ് എ കമ്മ്യൂണിറ്റി. ഇനി അതുണ്ടാവില്ല, അത് ഉണ്ടാകരുത് എന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. ദിവസങ്ങളിൽ ബ്ലോഗുകളിൽ എവിടെയൊക്കെയോ താങ്കൾ അതിന് മറുപടി പറയുന്നത് ഞാൻ എവിടെയോ വീഡിയോയിൽ കണ്ടു. എന്തോ $50,000 ക്രമക്കേടോ അങ്ങനെ എന്തോ ഒരു സാമ്പത്തിക അലിഗേഷൻ KCNAയിൽ താങ്കളെക്കുറിച്ച് ഉണ്ട് എന്ന് പ്രതിപക്ഷമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം പറയുന്നത്. എങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ, എനിക്ക് സാധാരണ ഇതിലിങ്ങനെയൊക്കെ വരുമ്പോൾ സാധാരണ ചിരിയാണ് തോന്നുന്നുള്ളൂ. അതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല. കാരണം sometimes I wish who found out what was the source of the information is. എവിടുന്ന് ഇൻഫർമേഷൻ കിട്ടിയത് പലപ്പോഴും മനസ്സിലാക്കേണ്ടത് ആളുകൾ നിങ്ങളെ അത്രയധികം വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പം എനിക്കൊരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഏതായാലും $100,000 അല്ലെങ്കിൽ $200,000 നഷ്ടത്തിൽ പോയൊരു കൺവെൻഷനകത്ത് നിന്ന് $50,000 ടീ എഴുതിയെടുക്കാൻ മാത്രം ഉള്ള അതിൻ്റെ കടം എൻ്റെ പേരിൽ തന്നെയാണല്ലോ വരുന്നത് അങ്ങനെ എടുത്താൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ പ്രസംഗത്തിലും പറഞ്ഞു 10 കൊല്ലം ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സെർവ് ചെയ്തിട്ടുണ്ട്. ഞാനായിട്ട് ആക്ച്വലി ഒരു ടോളിൻ്റെ പൈസ പോലും ഞാൻ എഴുതിയെടുത്തിട്ടില്ല കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 5 പൈസ അല്ല 10 പൈസ ചിലവാക്കിയെങ്കിൽ അത് ഒരു പാഷന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന പൈസയായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. കാരണം പലപ്പോഴും എൻ്റെ ഭാര്യ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത്രയും പൈസ എങ്ങനെ ചിലവാക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ പറയാറുണ്ട് എനിക്ക് വേറെ ചിലവാക്കുന്ന ആവശ്യമില്ലാതെ ഞാൻ പൈസ ചിലവാക്കാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതെൻ്റെ ഒരു പാഷൻ. ചില ആൾക്കാർക്ക് ഒരു പക്ഷേ സിഗരറ്റ് വലിക്കുന്നതായിരിക്കും പാഷൻ, ചില ആൾക്കാർക്ക് ചിലപ്പം കുറച്ച് ഒരു സ്മോൾ അടിക്കുന്നതായിരിക്കും പാഷൻ. ആ സാധനത്ത് കമ്മ്യൂണിറ്റി ഈസ് എ പാഷൻ ടു മീ. അപ്പോൾ ആ ഒരു പേഴ്സണൽ സ്പേസിൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന, ഞാൻ എൻജോയ് ചെയ്യുന്ന പൈസയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിതിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് നിന്ന് വന്ന ബെനിഫിറ്റുകളുണ്ട്. ഞാൻ എൻ്റെ ടാക്സ് 2-3 കൊല്ലം ഫയൽ ചെയ്തത് നമ്മുടെ സഞ്ജയ് കുഴിപ്പറമ്പാണ്, ന്യൂയോർക്കിലെ. സഞ്ജയിനറിയാം. നമ്മൾ ക്രാനായ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ട്രാവലൊക്കെ ചെയ്യുമ്പം അത് ലീഗലി ടാക്സ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നതാണെങ്കിൽ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ബെനിഫിറ്റ് ചില സന്ദർഭങ്ങളിൽ $300 സ്പെൻഡ് ചെയ്തെങ്കിൽ ഞാൻ $200 കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ. നാടൻ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിന്റെ സ്റ്റൈലിൽ പറഞ്ഞാൽ അടുത്ത ഭരണം അധികാരത്തിലേറിയാൽ നിങ്ങൾക്കെതിരെ ഒരു അന്വേഷണം വന്നാലും തീർച്ചയായിട്ടും നട്ടലോടെ നിൽക്കാം. തീർച്ചയായിട്ടും അങ്ങനെ വരട്ടെ. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു. മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ ടേം കഴിയുമ്പോൾ he did a wonderful job എന്ന് ജനം മനസ്സിൽ അല്ലെങ്കിൽ പറയട്ടെ, ഈ സമൂഹത്തിൽ പറയട്ടെ എന്ന് ഞങ്ങൾ ഇനി ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ ആശംസിക്കുന്നു.
ഒപ്പം അതിനോടൊപ്പം കഴിഞ്ഞ 5 വർഷമായി, ഇത് 5ാം വർഷത്തിലാണ് ഞങ്ങളൊരു ക്നാനായ വാർത്തകളുമായി ഒരു വെബ്സൈറ്റ് knanayavoice.com തുടങ്ങി. അതിനുശേഷം ഒരു വർഷം തുടങ്ങി 2008 ഡിസംബറിൽ തുടങ്ങി. 2009 ഡിസംബർ ജനുവരിയോടുകൂടി 2009 ഡിസംബറിൽ ഞങ്ങൾ തത്സമയ വെബ്സൈറ്റിലൂടെ വെബ് സ്ട്രീമിംഗ് ആയിട്ട് തത്സമയ സംപ്രേഷണങ്ങൾ ലോകം മുഴുവനുള്ള പരിപാടികൾ, ഡാളസ് കൺവെൻഷൻ, ഒർലാൻഡോ കൺവെൻഷൻ, ഇതെല്ലാം ഞങ്ങൾ കാണിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ 2-ാം തീയതി മുതൽ ഞങ്ങളിത് അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലുമൊക്കെ മലയാളം IPTV-യിലൂടെയും പിന്നെ നമുക്കറിയാം ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ള റോക്കു ബോക്സിലൂടെയും ക്നാനായ വോയിസ് KVTV എന്ന നിലയിൽ ഒരു പടി കൂടി ഞങ്ങൾ പരീക്ഷണത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ KVTV-യോടുള്ള താങ്കളുടെ സമീപനം അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കണം. ഓക്കെ, ഞാൻ ആക്ച്വലി ബിഫോർ ഐ ഗോ ഇൻ ടു ദാറ്റ്, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഐ വോണ്ട് ടു താങ്ക് യു ആക്ച്വലി ഫോർ ഓർഗനൈസിങ് ദിസ്. കാരണം ഞാൻ പറഞ്ഞത് ഇത് വളരെ കോയിൻസിഡൻസ് ആണ്. ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ അന്നും അതുപോലെ ടൈം തീർന്ന് എന്തെങ്കിലും ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നത് വളരെ യുണീക്കാണ്. എനിക്കറിയാം, നിങ്ങൾ കൺവെൻഷൻ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചതാണ്. ആ ടൈമിൽ സത്യത്തിൽ ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അന്നും എനിക്ക് സഹകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ രീതിയിൽ ഇപ്രാവശ്യം സഹകരിക്കാൻ സാധിച്ചത് ആക്ച്വലി ഒരു സന്തോഷമായ കാര്യം. രണ്ടാമത്തെ കാര്യം ആക്ച്വലി അമേരിക്കയിലെ ക്നാനായക്കാരോടാണ്. എൻ്റെ അടുത്ത് സാജു ചോദിച്ചു വെദർ വെൻ ഐ ഗോ ഔട്ട് ക്യാൻ പീപ്പിൾ സേ ഹി ഹാസ് ഡൺ എ ഗുഡ് ജോബ്. എൻ്റെ ഒരു പ്രതീക്ഷ നിങ്ങൾ പറയുന്നൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി അതിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റിൽ നിന്നിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഹാഫ് വേ ത്രൂവിൽ വന്ന ട്രാൻസ്ഫർ ഒത്തിരി ലിമിറ്റേഷൻസ് എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമ്മളെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ഇത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എൻ്റെ ലൈഫിൽ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഞാൻ എന്നും ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത കഴിഞ്ഞ 10 കൊല്ലങ്ങളും ഐ ആക്ച്വലി നെവർ പേഴ്സണലി ഡിസപ്പോയിൻറ്റഡ്. ഐ വാസ് ഓൾവേസ് ആക്ച്വലി ചെറിഷ്ഡ് എവറി മൂമെൻറ്റ് ഓഫ് ഇറ്റ്. അതുകൊണ്ടാണ് വീണ്ടും ചെയ്യാനുള്ള ഒരു പാഷൻ ഇതിലേക്ക് ഉണ്ടായിരുന്നത്. അപ്പം അതും ഐ സ്റ്റിൽ കണ്ടിന്യൂ. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യാനും ഞാൻ എന്നും ഓൾവേസ് ബി വില്ലിങ്. ബട്ട് ആൾക്കാർ പറയുന്ന പോലെ ഞാൻ ചെറുതാകുകയും മറ്റുള്ളവർ വളരുകയും വേണം. അത് തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇതിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൈ ഡേയ്സ് ആർ ആക്ച്വലി കമ്മിങ് ടു എൻ എൻഡ്. മൈ ടൈം ഈസ് ഓവർ. അറ്റ് ദ സെയിം ടൈം ഐ വിൽ ബി വിത്ത് ദ കമ്മ്യൂണിറ്റി ഓൾ ദ ടൈം. കാരണം ബിക്കോസ് ഓഫ് മൈ പാഷൻ ഫോർ ദിസ്. പിന്നെ KVTV അല്ലെങ്കിൽ ക്നാനായ വോയിസിനെ സംബന്ധിച്ചിടത്തോളം ഐ യൂസ് ടു റീഡ് എ ലോട്ട് വെൻ ഇനീഷ്യൽ സ്റ്റേജസ്. കാരണം ക്നാനായക്കാരുടെ ഒരു ന്യൂസ് വരുന്നു. അപ്പം അതിനുശേഷം ഈ ലൈവ് സ്ട്രീം അല്ലേ, ലൈവ് സ്ട്രീം എന്ന് പറയുന്നത് അതിലൂടെയൊക്കെ കുറേ കാര്യങ്ങൾ ആക്ച്വലി പ്രോഗ്രാംസൊക്കെ വാച്ച് ചെയ്യാനുള്ള വീഡിയോസിൽ വാച്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് ലേറ്റ്ലി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ സ്കെഡ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺഇമാജിനബിൾ ഫോർ ലോട്ട് ഓഫ് പീപ്പിൾ. അതുപോലെ ട്രാവലുള്ള സ്കെഡ്യൂളിലൊക്കെ ഒത്തിരി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ TV ഇനാഗ്രേഷൻ്റെ ന്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പത്രത്തിൽ കണ്ടിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ ഗ്രോത്ത്. അപ്പോൾ ആ ഗ്രോത്തിലെല്ലാം എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളത്. നമ്മൾ പലപ്പോഴും എനിക്ക് ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു പലപ്പോഴും ഒരു പ്രോഗ്രാം എന്നെ ഒത്തിരി അതിൻ്റെ ടൈറ്റിലാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. അതായത് നേരോടെ നിർഭയം എന്ന് സംതിങ് ലൈക്ക് ദാറ്റ്. നിർഭയം നിരന്തരം. അപ്പോൾ ആ ഒരു വാർത്തയെക്കുറിച്ച് പറയുന്നത് ഏതോ ഒരു ഞങ്ങൾ ഈ പ്രോഗ്രാമിന് ഇട്ടിരിക്കുന്നത് നേരെ ഓക്കെ അല്ലേ പറഞ്ഞത് നേരോടെ നിർഭയം നിരന്തരം. ആ ഒരു എനിക്ക് ആ ടാഗ് ലൈൻ ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വി ഹാവ് ടു ബി ഓണസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ്. കാരണം നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ വി കനോട്ട് ലൈ. ഞാൻ എന്നും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്, ക്നാനായ സമുദായത്തിൽ നമുക്കുള്ള ബന്ധങ്ങളനുസരിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ട്രാൻസ്പെറൻറ്റ് തന്നെയാണ്. നമ്മളൊരു ഫോണിൽ ഒരാളോട് സംസാരിക്കുന്നതായിരിക്കും, പക്ഷേ 2 മണിക്കൂർ കഴിയുമ്പോൾ അത് പുറത്ത് വന്നിരിക്കും. കാരണം നമ്മളുടെ ബന്ധങ്ങളിൽ നമ്മൾ ഒരിക്കലും ഒരു രഹസ്യ സ്വഭാവം നമ്മളുടെ പ്രവർത്തനങ്ങൾക്കില്ല. കാരണം ഞാൻ പണ്ടൊരു രഹസ്യത്തിനൊരു ഡെഫിനിഷൻ കേട്ടിട്ടുണ്ട്. അതായത് എ സീക്രട്ട് ഈസ് സംതിങ് ദാറ്റ് ഷുഡ് ബി ടോൾഡ് ടു അതേഴ്സ്. കാരണം ഇല്ലെങ്കിൽ രഹസ്യമാകില്ല അല്ലേ. ഇപ്പം ഞാൻ സാജുവിനെ വിളിച്ച് സാജു ഒരു രഹസ്യം പറയാനുണ്ട് എന്ന് പറയുമ്പോഴാണ് രഹസ്യമാകുന്നത്. എൻ്റെ മനസ്സിലിരുന്ന രഹസ്യമാകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വി കനോട്ട് മേക്ക് അപ്പ് സ്റ്റോറീസ്. അപ്പോൾ ആ ഒരു നല്ല രീതിയിൽ, അതായത് ട്രാൻസ്പെറൻസി കൊടുത്തുകൊണ്ടുള്ള
സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മീഡിയ ആയിട്ട് വളരട്ടെ എന്നൊരാശംസ എനിക്കുണ്ട്. ആ രീതിയിൽ നിങ്ങൾ വളരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം അവിടെയാണ് കമ്മ്യൂണിറ്റിയിലുള്ള ആ ഒരു ട്രസ്റ്റ് ഏൺ ചെയ്തുകൊണ്ട്, കാരണം ഇന്ന് കമ്മ്യൂണിറ്റിക്ക് ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് നിങ്ങൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ബ്ലോഗുകളുണ്ട്, നമുക്ക് ന്യൂസ് പേപ്പറുകളുണ്ട്, പക്ഷെ അതിൽ നിന്ന് വ്യത്യാസമായിട്ടൊരു TV എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ആദ്യത്തെ കൺസെപ്റ്റാണ്. അപ്പം അത് വരുമ്പോൾ വെബ്സൈറ്റ് നമ്മുടെ ആദ്യത്തെയാണ് ജ്ഞാനായ വോയിസ് എന്ന, അതിനു മുമ്പ് ഇമെയിൽ ഗ്രൂപ്പുകളായിരുന്നു. gnanayavoice.com എന്ന വെബ്സൈറ്റ് ഒരു ന്യൂസിന് വേണ്ടി തുടങ്ങിയപ്പോൾ ഈവൻ നമ്മുടെ ഔദ്യോഗിക പത്രങ്ങൾ പോലും വെബ്സൈറ്റായി വന്നത് അതിന് ശേഷമാണ്. ഇപ്പം ഒരുപാടായി, ഇപ്പോൾ ഒരുപാട് സ്ട്രീമിംഗ് ആയി. പക്ഷേ അപ്പോൾ നമ്മൾ ഒരുപാട് കൂടി ഇത് സ്ട്രീമിങ്ങിലുപരി നമ്മുടെ ജ്ഞാനായ സ്വീകരണ മുറികളിൽ നമ്മൾ കാണുന്നു. അതാണ് ഞങ്ങളുടെ അത് പറഞ്ഞത്. അപ്പോൾ അത് നല്ല കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജസിൽ എപ്പോഴും അതിന് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, ക്രിറ്റിസിസം ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. പക്ഷേ ക്രിറ്റിസിസത്തിലാണ് വളരുന്നത് ആക്ച്വലി ഒരു പ്രസ്ഥാനം വളരുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ വരട്ടെ, അത് അതിൻ്റെ ഉദ്ദേശത്തിൽ വളരട്ടെ എന്ന് ആശംസിക്കുന്നു. അത് ഈ സമുദായത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.